ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ UPSC കേരള ആദ്യമായിട്ടാണ് സെഷൻ IAS അക്കാഡമിയായിട്ട് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. സോ അതിനു മുമ്പ് UPSC കേരള എന്താണെന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറയാം. 2019 നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. അതിനുശേഷമാണ് ഫേസ്ബുക്കിൽ ജസ്റ്റ് ഒരു കമ്മ്യൂണിറ്റി നിലയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം കൊറോണ വന്നതിന് ശേഷം എല്ലാവരുടെ പ്രിപ്പറേഷൻ ഭയങ്കര ഡൗൺ ആയിരുന്നു. സോ ആ സമയത്ത് നമ്മൾ ക്ലബ് ഹൗസിലാണ് മെയിൻലി ആക്റ്റീവ് ആവുന്നതും. സോ ആ ക്ലബ് ഹൗസ് ഇവന്റ്സിൽ UPSC ആസ്പിറന്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് കേരളത്തിലെ പ്രിഡോമിനേറ്റ്ലി എല്ലാ ഓഫീസേഴ്സിനെ കൊണ്ടുവരാനും ടോപ്പേഴ്സിനെ, അതായത് ആസ്പിറൻസിനിടയിൽ കണക്ട് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സോ അതിനുശേഷം 2020-ലും 2021-ലും 2022-ലും 2 പ്രോഗ്രാംസ് നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് ആസ്പിറൻസിന്റെ ഇടയിൽ ഉണ്ടായ അത്തരം റിക്വസ്റ്റ് കൊണ്ട് 2 പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട്. ഒന്ന് PB ന്യൂസാർ ആയിരുന്നു മെയിൻ ആയിട്ട് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ പ്രോഗ്രാം കോഴിക്കോട് ആയിരുന്നു, അത് ശ്രീജിത്ത് സാർ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ കേരളത്തിലെ ആസ്പിറൻസിനെ കണക്ട് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ UPSC കേരള എന്നുള്ള ഒരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് നമ്മളത് കേരളത്തിലെ ടോപ്പേഴ്സിന്റെ ഇന്റർവ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സിവിൽ സർവീസിലുള്ള ഓഫീസേഴ്സിന്റെ ഇന്റർവ്യൂസും നമ്മൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. സോ സെഷൻ IAS അക്കാഡമി ആയിട്ടുള്ള ഫസ്റ്റ് പ്രോഗ്രാം ആണ്. സോ ഇതിൽ UPSC കേരളനെ ഇൻക്ലൂഡ് ചെയ്തതിന് അതിയായ സന്തോഷമുണ്ട്. സോ ഇന്നത്തെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത് അശ്വതി ശ്രീനിവാസ് മാം ആണ്. മാം 2019-ലെ കേരള ടോപ്പർ ആണ്. ഇപ്പോൾ കേരളം തിരുവനന്തപുരം സബ് കളക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. വിശാഖിലേക്ക് ഞാൻ ഹാൻഡ് ഓവർ ചെയ്യും. സോ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് ഈവനിങ് എവരിവൺ. ഞാൻ സെഷൻസ് IAS അക്കാഡമിയുടെ ഭാഗമായിട്ടുള്ള ഫാക്കൽറ്റിയാണ്. എല്ലാവർക്കും നമസ്കാരം. സെഷൻസ് IAS അക്കാഡമി UPSC കേരളയും കൂടെ നടത്തുന്ന ആദ്യമായിട്ട് സംയുക്തമായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. UPSCയുടെ ഭാഗമാകാൻ താല്പര്യമുള്ള ഒരു ഉദ്യോഗാർത്ഥികളെയും ഒക്കെ അവരുടേതായിട്ടുള്ള ഇൻക്വയറീസും അവരുടേതായിട്ടുള്ള ചെറിയ ചെറിയ സംശയങ്ങളും ഒക്കെ പരിഹരിക്കാനും, അതോടൊപ്പം തന്നെ എന്താണ് UPSC, ആ ഒരു കരിക്കുലത്തിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ്, അതിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നുള്ള ഉദ്യോഗാർത്ഥികളുടെ സംശയ നിവാരണമോട് കൂടിയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരിക്കും. ഓക്കെ, സംശയ നിവാരണം ചെയ്തത്. സെഷൻസ് IAS അക്കാഡമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1980-ൽ തുടങ്ങിയ ഒരു യാത്രയാണ്. 1980-ൽ തുടങ്ങിയ ഒരു യാത്ര 2022 കഴിഞ്ഞ് 2023-ലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. 42ഓളം വർഷത്തിന്റെ ഭാഗമായിട്ട് പ്രവൃത്തി പരിചയത്തിന്റെ കരുത്തോടെയാണ് സെഷൻസ് IAS അക്കാഡമി നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. 42 വർഷത്തിൽ 200ഓളം ഉദ്യോഗാർത്ഥികളെ IAS-ന്റെയും IPS-ന്റെയും IFS-ന്റെയും ഒക്കെ ഭാഗമാക്കാൻ നമുക്ക് സാധിച്ചു. എല്ലാ സർവീസുകളിലും സെഷൻസ് IAS അക്കാഡമിയുടെ ഭാഗമായിട്ടുള്ള സ്റ്റുഡൻസുകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിന്റെ ഇപ്പോൾ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും മുതിർന്ന നിലയിൽ, ഏറ്റവും നല്ല നിലയിൽ തന്നെ പ്രവർത്തിച്ചു പോരുന്ന ഒരു അക്കാഡമിയാണ് സെഷൻസ് IAS അക്കാഡമി. UPSC കേരളയുടെ കൂടെ സംയുക്തമായിട്ട് ചേർന്ന് നടക്കുന്ന വെബിനാർ എല്ലാ സ്റ്റുഡൻസിനും ഉപകാരപ്രദമായി മാറുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞാൻ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. ഡോക്ടർ അശ്വതി ശ്രീനിവാസ് മാഡത്തിനെ ഈ ഒരു ഫംഗ്ഷന്റെ ഭാഗമായിട്ട് വെബിനാർ നടത്താൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു. Good evening everyone. So my name is Ashwathi. ഞാൻ 2020 batch IAS officer ആണ്, and like this is my third posting in Trivandrum. So like initially ഞാൻ പാലക്കാട് ആയിരുന്നു. After that I was in Delhi, and this is my third posting. I joined 3 months ago. 17th of October നാണ് ഞാൻ ട്രിവാൻഡ്രത്ത് ചാർജ് എടുക്കുന്നത്. So I got a call basically from the very active members of UPSC Kerala regarding this session. So can I just know like the audience ആരാണ്, like ഏത് like preparing ആണോ, school students ആണോ, like ആരാണ് audience ഇവിടെ? ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ PCM ബാച്ച് ചെയ്യുന്നതാണ് കേരള സിവിൽ സർവീസ് അക്കാദമി. ഓക്കെ, സോ കൂടുതലും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തവരാണ് ഇവിടെ ഉള്ളത്, റൈറ്റ്? കമ്പയർ ലൈക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാതെ ലൈക്ക് എന്താണ് ഈ കരിയർ എബൌട്ട് എന്നുള്ളത് അറിയാൻ ആരെങ്കിലും അങ്ങനത്തെ ആൾക്കാരും ഉണ്ടോ? യെസ് മാം, ഞാനിപ്പോ പ്ലസ്. ഓക്കെ 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 ഓക്കെ, അങ്ങനെയാണെങ്കിൽ വിൽ ഡു വൺ തിങ്. ഞാൻ ലൈക്ക് I'll just give an introduction and then we'll keep it interactive so that നിങ്ങളുടെ ഡിമാൻഡ്സ് എനിക്ക് ആൻസർ ചെയ്ത് തരാൻ പറ്റുന്ന പോലെ. So coming to an introduction, just one second. ഇറങ്ങുവാ.
Okay, so regarding I'll keep the session plan that initially I'll just talk about the exam, and then I'll just talk about what is this work all about, because including myself exam is just knowing that at the end of this exam process you might get an IAS tag. Exactly ജോലി exactly എന്താണെന്നുള്ളതില് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. കരിയർ ഗ്രോത്ത് എങ്ങനെ ആയിരിക്കും കാര്യത്തിലും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. സോ ഞാൻ ഈ എന്റെ ലൈക്ക് വാട്ട് എവർ ഐ എം സേയിങ് റൈറ്റ് നൗ പോസ്റ്റ് എന്നെ മ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ പ്ലീസ് ഡോണ്ട് മ്യൂട്ട് മീ. So I'll keep this session divided into end speech. I'll keep it divided into 2 parts. Actually, participants ellarum ഒന്ന് mute ചെയ്താൽ നല്ലതായിരുന്നു. Like disturbance is coming in. Participants disturbance ആവുന്നുണ്ട്. Okay. Participants ellarum ഒന്ന് mute ചെയ്തേരെ. Okay, so I'll start the session. So ഞാൻ പറഞ്ഞ പോലെ initially I'll just talk about the preparation. So preparation പറ്റി ഇവിടെ കൂടുതൽ ആൾക്കാർക്ക് അറിയായിരിക്കും. We have 3 stages in this exam: preliminary examination, mains examination, പിന്നെ personality test. So preliminary examination is കൂടുതലും preliminary examination is an objective examination. Basically multiple choice questions ആണ് preliminary examination വരുന്നത്. So അത് again from various syllabus നോക്കിയവരാണെങ്കിൽ you know എവിടെ നിന്നൊക്കെയാണ് questions വരുന്നത് എന്നുള്ളത്. So I'll take up more details regarding this during നമ്മുടെ Q&A session. ഞാൻ കൂടുതൽ പറയാം. So right now I'm just giving an overview. So preliminary examination basically കുറെ static subjects നമുക്ക് പഠിക്കാനുണ്ട്, like history, geography, polity, ecology, അങ്ങനെ നമുക്ക് കുറെ സ്റ്റാറ്റിക് സബ്ജക്ട്സ് പഠിക്കാനുണ്ട്. സോ ആ പഠിക്കുന്ന സബ്ജക്ട്സ് വളരെ ധറവായി പഠിക്കാനും അതിന്റെ കൂടെ തന്നെ കറണ്ട് അഫയേഴ്സിനെ പറ്റിയുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനാണ് പ്രിലിംസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പ്രിലിംസിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ദാറ്റ് മൾട്ടിപ്പിൾ ടൈംസ് MCQs ചെയ്ത് ആ ഒരു ഫ്ലെയർ കിട്ടണം. ലൈക്ക് നമ്മൾ ദ മോർ യു ഡു MCQs ദ മോർ യു വിൽ എന്താ പറയാ കുറെ കൂടി ഇൻഫോംഡ് ആയിട്ട് ഒരു ജഡ്ജ്മെന്റ് റിഗാർഡിംഗ് ദി ആൻസർ നമുക്ക് എടുക്കാൻ പറ്റും. സോ ദ പ്രാക്ടീസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, ബിക്കോസ് അപ്പോഴാകുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ഓറിയന്റഡ് ആവും ഇൻ പ്രോസസിങ് വാട്ട് കുഡ് പോസിബിളി ബി. ഇപ്പൊ എനിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ വി വർ ടോക്കിംഗ് അബൌട്ട് പ്രിലിമിനറി എക്സാമിനേഷൻ. സോ അതിന് ബേസിക്കലി ചെയ്യേണ്ടത് ബി thorough with the static content and be thorough in your current affairs and MCQs maximum. Now coming to mains examination. So mains examination or written subjective examination ആണ്. So you have like 4 GS papers, or essay paper, then 2 paper regarding your optional subject and 2 other papers for your language. അതിലെ language qualifying മാത്രമാണ്. ബാക്കി എല്ലാം written exams ആണ്. Again syllabus ഉണ്ട്. So you prepare based on the syllabus by keeping current affairs close to the syllabus. ആ രീതിയിലാണ് പ്രിപ്പയർ ചെയ്ത് ആ എക്സാംസ് കൊടുക്കേണ്ടത്. അതില് essay and ethics ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ബിക്കോസ് essay ethics ഭയങ്കര കോറിലേറ്റഡ് ആണ്. ദ കണ്ടന്റ് ക്യാൻ ബി കോറിലേറ്റഡ്. അപ്പോൾ essay ethicsനുള്ള പ്രിപ്പറേഷൻ ക്യാൻ ബി ആക്ച്വലി കമ്പൈൻഡ് ആൻഡ് ഡൺ ടുഗെദർ. ആ രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ കുറേ കൂടി ഈസിയർ ആയിരിക്കും. പിന്നെ മീൻസ് you can, there's a way how you should answer. There should be a structure to your answer. There should be an introduction, there should be a body, there should be a conclusion. ആ ബോഡിയിൽ മാക്സിമം അനാലിസിസ് നടത്തണം. ചുമ്മാ ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് ഫാക്ട്സ് കുറച്ചും കൂടി അനലിറ്റിക്കൽ ആയിട്ട് ആൻസേഴ്സ് കൊടുക്കാൻ പറ്റുന്നതാണ് നല്ലതെന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. Then comes the third part, which is the personality. I request all the participants to mute. So മൂന്നാമതാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. സോ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഇസ് ബേസിക്കലി നമ്മുടെ ഒരു ഇന്റർവ്യൂ ആണ് ബേസിക്കലി. സോ ഒരു ബോർഡ് ഉണ്ടാകും വിത്ത് 5 പാനൽ മെമ്പേഴ്സ് ആൻഡ് they will. Can you please mute whoever is talking? Can you please mute? So yeah, personality test in the host ആണോ സംസാരിക്കുന്നത്? Host, please mute them. So personality testന് നമ്മൾ basically it's a test of your personality തന്നെയാണ്. So you will give them a detailed application about എവിടെയാ പഠിച്ചത്, 10th എന്താ ചെയ്തത്, 12th എന്താ ചെയ്തത്, graduation എന്താ ചെയ്തത്, അത് കഴിഞ്ഞ് മാസ്റ്റേഴ്സിന് പോയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്തത്, what are the different extracurricular activities you have participated in, what are your interests outside of studies എന്നൊക്കെ ഉള്ളത് കംപ്ലീറ്റ്ലി എഴുതി കൊടുത്ത് ഒരു ആപ്ലിക്കേഷൻ ഫോം
minimum avarde kayil kaanam. So based on that, they will ask you questions and you have to answer them. So avade genuinity aanu ഏറ്റവും important. The more genuine your answers are, the more എന്താ പറയാ, the more they will take your personality more in good faith. So yes, DAF ആണ്, detailed application form എന്നാണ് അതിനെ വിളിക്കുന്നത്, DAF ആണ്. So ഇതാണ് 3 stages of exam. And ഈ എക്സാം കഴിയുമ്പോഴത്തേക്ക് ഈ 3 ഇത് ക്ലിയർ ചെയ്യുന്നവരാണ് ഫൈനലി ലിസ്റ്റിൽ വരുന്നത്. സോ ലിസ്റ്റിൽ വരുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഐ തിങ്ക് ഓരോ കൊല്ലം എത്ര വേക്കൻസി ഉണ്ടെന്നുള്ളത് UPSC ആക്ച്വലി ഡിക്ലെയർ ചെയ്യും. സോ അതനുസരിച്ചാണ് ഇത് വരിക, തീരുമാനങ്ങൾ ലൈക്ക് എത്ര പേര് ലിസ്റ്റിൽ വരുന്നു എന്നുള്ളത് അതനുസരിച്ചാണ് വരിക. സോ ലിസ്റ്റിൽ വരുന്ന എല്ലാവർക്കും പല പല സർവീസസ് ആയിരിക്കും കിട്ടുക, ബേസ്ഡ് ഓൺ യുവർ റാങ്ക്, ബേസ്ഡ് ഓൺ യുവർ കാറ്റഗറി. സോ IAS, IFS ആണ് യൂഷ്വലി ആൾക്കാർ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് ഇടാറ്. ദർ ആർ പീപ്പിൾ ഹു പുട്ട് പോലീസ് സർവീസ് ഓൾസോ ആസ് എ ഫസ്റ്റ് പ്രിഫറൻസ്. അത് കൂടാതെ ദർ ആർ സോ മെനി സർവീസസ് വിച്ച് ആക്ച്വലി ഓഫേഴ്സ് യു വെരി ഗുഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. There is this notion that IAS or IPS അല്ലെങ്കിൽ IFS ഒക്കെ ആണ് നല്ല സർവീസസ്. അങ്ങനല്ല. There are so many, I mean almost every service in that list is a central service and these are very good job opportunities. So അതിൽ revenue service, income tax ഉണ്ട്, revenue service, customs ഉണ്ട്, audit and account service ഉണ്ട്. There are so many services, civil accounts service ഉണ്ട്, there are defense accounts ഉണ്ട്, defense estate ഉണ്ട്. So പലതരം services ഉണ്ട്, all of which will offer you very good standard of living in our country. So പലതരത്തിലുള്ള services ഉണ്ട്. It's not just about IAS or IPS or IFS. So ഇത്രയാണ് initial ഒരു introduction about this exam. Now I'll tell you how life looks for an IAS officer, for a young IAS officer in Kerala. അതായത് ഞാനിപ്പോ 2020 batch ആണ്. So it's been almost 3 years കഴിഞ്ഞു in service. So ഈ നമുക്ക് IAS, IPS പോലുള്ള സർവീസസ് കിട്ടിക്കഴിഞ്ഞാൽ there is a another program apart from service allocation. There is another hurdle of cadre allocation. So cadre allocation എന്ന് പറയുമ്പോഴത്തേക്ക് again based on your rank and your category you will be allotted a cadre. ഇപ്പൊ സോണൽ മെക്കാനിസം ആണ്, അതായത് സൗത്ത് ഇന്ത്യയിൽ 4 സ്റ്റേറ്റ്സിൽ ഒരെണ്ണം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ അത് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ സൗത്ത് ഇന്ത്യയിൽ കേരള, കർണാടക, തമിഴ്നാടു, തെലങ്കാന, ആന്ധ്ര 5 സ്റ്റേറ്റ്സ് ആണ് സൗത്ത് ഇന്ത്യയിൽ വരുന്നത്. സോ ഇഫ് ഐ ചൂസ് കേരള ആസ് മൈ ഫസ്റ്റ് ഓപ്ഷൻ, പിന്നെ എനിക്ക് സൗത്ത് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റും എന്റെ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് വെക്കാൻ പറ്റില്ല. Then I can keep my second option only in some other zone. ആ സോൺ ഏതും ആവാം. There is north eastern zone ഉണ്ട്, വെസ്റ്റ് സോൺ ഉണ്ട്, നോർത്ത് സോൺ ഉണ്ട്, സെൻട്രൽ സോൺ ഉണ്ട്. സോ വേറെ ഏതെങ്കിലും സോണിൽ ഒരു സ്റ്റേറ്റ് ആയിരിക്കും എന്റെ സെക്കൻഡ് ഓപ്ഷൻ. ഇത് രണ്ടും കൂടാതെ വേറൊരു സോണിലെ സ്റ്റേറ്റ് ആയിരിക്കും എന്റെ തേർഡ് ഓപ്ഷൻ. സോ ഇങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻസ് വെക്കുക. ആൻഡ് ബേസ്ഡ് ഓൺ യുവർ റാങ്ക്, ബേസ്ഡ് ഓൺ യുവർ കാറ്റഗറി ആൻഡ് ബേസ്ഡ് ഓൺ യുവർ ലക്ക് you will be allocated a particular card. So thankfully, fortunately, God willingly, ഞാൻ എഴുതിയ സമയത്ത് and the category vacancy was there in Kerala and hence I ended up in Kerala. I got Kerala card. So I am a 2020 batch IAS officer of Kerala card. അങ്ങനെ പറയുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുക. So now coming to how does this job look like? So എനിക്ക് കൂടുതലും കേരള കാർഡിനെ പറ്റിയേ പറയാൻ പറ്റുള്ളൂ because my experience is largely limited to our state. So കേരള കാർഡറിൽ you start your job as an assistant collector. അത് നമ്മുടെ ഡിസ്ട്രിക്ട് അലൊക്കേഷൻ ഗവൺമെന്റ് തലത്തിൽ അവർ ചെയ്തു തരും. യു സ്റ്റാർട്ട് യുവർ ജോബ് ആസ് എൻ അസിസ്റ്റന്റ് കളക്ടർ ഇൻ സം ഡിസ്ട്രിക്ട്. അസിസ്റ്റന്റ് കളക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക്കലി ഹി ഓർ ഷീ ഈസ് എ ഷാഡോ ഓഫ് ദ ഡിസ്ട്രിക്ട് കളക്ടർ. അതായത് ഡിസ്ട്രിക്ട് കളക്ടർ എന്തൊക്കെ ചെയ്യുന്നു അതിലെല്ലാം അസിസ്റ്റന്റ് കളക്ടറിനും assistant collector also has a say in all of those things. So ആ സമയത്ത് basically you're just beginning to be a part of the system. So ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. പ്ലാനിങ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എക്സൈസ് ഉണ്ട്, then there is പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പിന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, LSJD ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. There are so many departments of the state. അതിന്റെ എല്ലാം ഡിസ്ട്രിക്ട് തല ഓഫീസേഴ്സ് ഡിസ്ട്രിക്റ്റിൽ കാണും. So you will be attached to all these offices and you can get a holistic idea of how that district is functioning. And our Samhita, when you are in the district as an assistant collector, you are still a student in the academy. Mussoorie, there is an academy where you will be trained. So you are still attached to the academy and academy is sending you for training.
സോ ആ സമയത്ത് നമ്മൾ ഇവിടെ കാണുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ എല്ലാ മാസവും ലെറ്റർ എഴുതും ബാക്ക് ടു ദി അക്കാഡമി. ഇന്ന് ഈ മാസം ഇവിടെയൊക്കെ പോയി, ഇന്ന ഡിപ്പാർട്ട്മെന്റ്സിൽ പോയി, ഇന്ന കാര്യങ്ങൾ പഠിച്ചു, ഇന്ന കാര്യങ്ങളിൽ ഇംപ്രൂവ്മെന്റ് വരുത്താമെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മന്ത്ലി വി റൈറ്റ് ലെറ്റേഴ്സ് ബാക്ക് ടു ദി academy. So that is 1 year of assistant collectorship. So basically once you clear the exam, initially there is academy Lal Bahadur Shastri National Academy of Administration, short form lo labasna nu vilikkum. പക്ഷെ ലബാസ്നയിലെ ഫാക്കൽറ്റിക്ക് ഒന്നും ലബാസ്നെ ലബാസ്ന എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല, because they want to call it by its full name. So എന്തായാലും for our convenience ഞാൻ ലബാസ്ന എന്ന് തന്നെ പറയാം. ലബാസ്ന is in Mussoorie, which is a hill station in Dehradun district of Uttarakhand. അവിടെയാണ് ലബാസ്ന ഉള്ളത്. So you go, once your results come out, ഏത് സർവീസ് ആണെങ്കിലും you directly go to Labasna for something called a foundation course, which is a 3-month course. അത് കഴിഞ്ഞ് ബാക്കിയുള്ള സർവീസ് people will go to their respective academies for training. IAS people മാത്രം ബാക്കി നിൽക്കും. They will still continue in Labasna. Then they will do Bharat Darshan എന്ന് പറഞ്ഞൊരു 2-month program ഉണ്ട്, where you will travel the length and breadth of the country to understand what your country is all about. അത് കഴിഞ്ഞ് there is 3-month period called phase 1 training. അത് കഴിഞ്ഞ് 1 year you will do your district training in some district in your cadre. Then again you come back to the academy for phase 2. അത് കഴിഞ്ഞ് you will get your first posting, which is on central deputation ആണ്. So you will work in Delhi for 3 months. ഏതെങ്കിലും ഒരു ministry ആയിട്ട് you will be attached and you will be working in Delhi for 3 months. ആ സമയത്ത് you will see how the central government works. So assistant collector ആയ സമയത്ത് you will see how your state government works, and ഇതിന് ശേഷം when you're attached to a central ministry, you will see how central government works. ഇപ്പൊ എന്റെ സമയത്ത് when I was in Delhi for my deputation, ഞാൻ നിതി ആയോഗിലാണ് വർക്ക് ചെയ്തത്. സോ ഇവിടെയുള്ള എല്ലാവർക്കും നിതി ആയോഗ് അറിയായിരിക്കും, പ്രിലിംസിന് വേണ്ടി പഠിച്ചിട്ടുണ്ടാവും. സോ ഞാൻ നിതി ആയോഗിലാണ് വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞാണ് ട്രിവാൻഡ്രത്തേക്ക് വന്നത്. സോ ഇൻ കേരള യു ഇനീഷ്യലി ബിക്കം എ സബ് കളക്ടർ. ആഫ്റ്റർ യുവർ ഡെപ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ യു ബിക്കം സബ് കളക്ടർ ഓഫ് എ സബ് ഡിവിഷൻ. സോ ബേസിക്കലി നമ്മുടെ കേരളത്തിലാണെങ്കിൽ എല്ലാ ജില്ലയിലും, വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലയിലും 2 റവന്യൂ സബ് ഡിവിഷൻസ് ഉണ്ട്. ആൻഡ് ഈ ഓരോ സബ് ഡിവിഷനും ഒരു റവന്യൂ ഡിവിഷണൽ ഓഫീസർ ഉണ്ട്. വെൻ ആൻ IAS ഇസ് ദ പോസ്റ്റ്, IAS പേഴ്സൺ ആണ് ആ പോസ്റ്റ് ഹോൾഡ് ചെയ്യുമ്പോൾ ദേ ആർ കോൾഡ് സബ് കളക്ടേഴ്സ്. സോ വെൻ കേരള PSC വന്നൊരു ഓഫീസർ ആണ് ഇരിക്കുന്നെങ്കിൽ ദേ ആർ കോൾഡ് RDOs. IAS ഓഫീസർ ആണ് ആ പോസ്റ്റിൽ ഇരിക്കുന്നെങ്കിൽ ദേ ആർ കോൾഡ് സബ് കളക്ടേഴ്സ്. So for 2 years, you will be the sub-collector of that subdivision. ഇപ്പൊ ട്രിവാൻഡ്രത്ത് there are 2 subdivisions. ഒന്ന് തിരുവനന്തപുരം subdivision, രണ്ടാമത്തത് നെടുമങ്ങാട് subdivision. So I am the sub-collector of തിരുവനന്തപുരം subdivision. So here കൂടുതലും revenue work ആണ് നടക്കുന്നത്. But Trivandrum being the capital city and കുറേം കൂടി intensive ആയ district and a lot of miscellaneous job will also keep coming. For example, ഇവിടെ ഒരു G20 summit ഉണ്ടായിരുന്നു. So I was put in charge of that. ഇനി Paattukal Pongala is coming, I am in charge of that. So Trivandrum ഒരു വളരെ active, vibrant city ആയതുകൊണ്ട് there are so many things that come up. So apart from your revenue work, you get exposed to a lot of other things also. 2 years of sub-collectorship കഴിയുമ്പോൾ you become the district development commissioner, which is usually 1 to 1.5 years. അത് കഴിഞ്ഞ് you will be attached as director to some department. അതിപ്പോ director fisheries department ആവാം, director of tourism ആവാം, director of sports ആവാം, ഏത് ഡിപ്പാർട്ട്മെന്റ് വേണമെങ്കിലും ആവാം. women and child director ആവാം, SC/ST director ആവാം. Some or the other departmentally you will be the director. അതിനുശേഷം you will become the district collector. Then again you go back to the departments again. So ഇതാണ് ഒരു the way how your career progresses as an IAS officer in Kerala. So I think I've given you a basic overview of the exam, the training and the life after that. ഒരു question ഞാൻ കണ്ടിരുന്നു, like how are the working hours like? So the working hours are എന്താ പറയാ, morning. Ideally, according to the office manual, you have to work from 10 to 5 ആണ് office work വരുന്നത്. But then it's flexible in the sense, മിക്കപ്പോഴും it goes much beyond that depending on the work pressure and the quantum of work you have in front of you. It goes beyond that also. So now we can keep it interactive. Q&A ആക്കാം. If you have questions, you can ask me directly. And any kind of question is allowed. പണ്ട് എനിക്കും ഞാൻ ചോദിക്കുന്ന ചോദ്യം ക്വാളിറ്റി ക്വസ്റ്റ്യൻ ആണോ അല്ലേ എന്നൊക്കെ ഡൗട്ട്, കാരണം ഞാൻ പലതും ചോദിക്കാതിരുന്നിട്ടുണ്ട്. So there are no judgments here. Feel free to ask anything you want.
and എനിക്ക് അറിയാവുന്നിടത്തോളം I will try and answer that question. മാം ചോദിച്ചോട്ടെ മാം? ചോദിച്ചോളൂ. ഞാനിപ്പോ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ 2 പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ വർഷമാണ് കേരള സിവിൽ സർവീസ് അക്കാദമിയിൽ ജോയിൻ ചെയ്തത്. മൂവാറ്റുപുഴയിലാണ്. അപ്പോ എനിക്ക് CSAT-ലാണ് കുറച്ചൊരു വീക്കായിട്ട് തോന്നുന്നത്. ബാക്കി സബ്ജക്റ്റ് ഒക്കെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പിന്നെ ഈ CSAT-ന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും മാഡത്തിന് സജഷൻ പറയാൻ പറ്റുമോ? CSAT-ന് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാല് ബേസിക്കലി എനിക്ക് തോന്നുന്നു 2013 മുതലാണ് CSAT കൊണ്ടുവന്നത്. സോ ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു 2013 തൊട്ടുള്ള CSAT പേപ്പേഴ്സ് ഇരുന്ന് കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യുക. അതിൽ ഓരോ ക്വസ്റ്റിനും എങ്ങനെയാ സോൾവ് ചെയ്യേണ്ടതെന്ന് പഠിക്കുക. അത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ഇറ്റ്സ് 2023 10 കൊല്ലത്തെ CSAT പേപ്പേഴ്സ് ആവും അപ്പൊ തന്നെ. സോ അപ്പോഴത്തേക്ക് യു വിൽ ഗെറ്റ് എ ഹാങ് ഓഫ് ഹൗ ടു ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആക്ച്വലി സിമ്പിൾ ആണേ, എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ആവശ്യമുള്ളൂ. ഈ CSAT പേപ്പേഴ്സിന് സോൾവ് ചെയ്യുന്ന പല യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണാം. പിന്നെ ഐ തിങ്ക് ഇവിടെ ഇപ്പൊ സെഷൻസ് അക്കാഡമി ഉണ്ട്, UPSC Kerala ഉണ്ട്. Maybe they also must have put up videos and everything regarding how to solve CSAT questions. So correct questions ഒക്കെ എന്ന് വെച്ചാൽ if you get a hang of those questions, correct questions pattern same ആയിരിക്കും. Just the questions and numbers keep changing. So best way അതാണ് previous CSAT papers എടുത്ത് സോൾവ് ചെയ്യുക. അതെങ്ങനെയാ സോൾവ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ടു യൂട്യൂബ് 2021 CSAT എന്ന് അടിച്ചു കൊടുത്താൽ ഒരുപാട് യൂട്യൂബ് ചാനൽസ് ആ CSAT സോൾവ് ചെയ്യുന്ന വീഡിയോസ് കാണാൻ പറ്റും. സോ ആ വീഡിയോസ് കണ്ട് ആ ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയാ സോൾവ് ചെയ്യേണ്ടതെന്നുള്ളത് 10 കൊല്ലത്തെ ആ ക്വസ്റ്റ്യൻസ് 10 കൊല്ലത്തെ ക്വസ്റ്റ്യൻസ് ഇഫ് യു ആൻസർ യു ആർ ഗുഡ് ടു ഗോ ഫോർ CSAT. 33% മാർക്സ് മതി അവിടെ. So you're good to go for CSAT if you once solve all these question papers of the past 9 or 10 years. Thank you, sir. Thank you, ma'am. Ma'am. ചോദിച്ചോളൂ. ഹലോ. ചോദിച്ചോളൂ. ഡാഫിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമോ? ഡാഫിനെ കുറിച്ച്. സോ ഡാഫിനെ പറ്റി പറയാനാണെങ്കിൽ ഡാഫ് ഇസ് സംതിങ് ദാറ്റ് യു വിൽ ഫിൽ ആൻഡ് ഗിവ്. 2 ഡാഫ് ഉണ്ട്, DAF 1ഉം DAF 2ഉം. DAF 1 കുറേയും കൂടി ഡീറ്റെയിൽഡ് ഓറിയന്റഡ് ആണ്. ലൈക് ബേസിക്കലി വാട്ട് ഈസ് യുവർ നെയിം, വേർ വർ യു ബോൺ, എന്താണ് പേരൻസിന്റെ പേരെന്താ, അവരുടെ ജോലി എന്താ, അവരുടെ ആനുവൽ ഇൻകം എത്രയാണ്, പിന്നെ എവിടെ 10th പഠിച്ചു, 12th പഠിച്ചു, കാർഡ് പ്രിഫറൻസ് എന്താണ്, സർവീസ് പ്രിഫറൻസ് എന്താണ്, അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും DAF 1 വരുന്നത്. DAF 2ലാണ് നിങ്ങളുടെ ഈ പറയുന്ന ഡീറ്റെയിൽസ് കൂടാതെ എന്താണ് ലൈക്ക് DAF 1ലാണ് പിന്നെ കാറ്റഗറി ഏതാണ്, എത്ര കൊല്ലത്തിന് മുമ്പ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലത്തെ കാര്യങ്ങള് എല്ലാം DAF 1ലാണ് വരുന്നത്. DAF 2ൽ ഈ പറഞ്ഞ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും, അത് കൂടാതെ there is a separate place where ഏതൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പങ്കെടുത്തിട്ടുണ്ട്, എവിടെയൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ട്, സ്പോർട്സിൽ ഏതെങ്കിലും രീതിയിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ, ഹോബീസ് എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചു, ലൈക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ച് സെക്കൻഡ് പോർഷൻ. സോ അതാണ് ആക്ച്വലി വൺ ഓഫ് ദ മോസ്റ്റ് ക്രൂഷ്യൽ പോർഷൻസ്. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? ക്ലിയർ ആണ് മാം. Okay. So that is a very crucial portion because most of the questions will be, അതാണ് റിസോഴ്സ് ഫോർ ദം ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. സോ അതുകൊണ്ട് അത് വളരെ കുറച്ച് ഡിലിജന്റ് ആയിട്ട് ഫിൽ ചെയ്യുക. ദെൻ നമ്മളിൽ പലർക്കും ഉണ്ടാവുന്ന ഒരു കാര്യം മൈറ്റ് ബി ദാറ്റ് അത്ര സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന അച്ചീവ്മെന്റ് ഒന്നും എനിക്കില്ലല്ലോ, ഇതിനകത്ത് എന്ത് എഴുതണം എന്നൊക്കെ തോന്നാം. എന്ന് വെച്ചാൽ നമ്മളിൽ ഒരുപാട് പേര് വെറും സാധാരണക്കാരാണ്, സാധാരണ സ്കൂളിൽ പഠിച്ച് സാധാരണ രീതിയിൽ മുന്നോട്ട് വന്ന ആൾക്കാരാണ്. സോ അതിലെനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഏറ്റവും ചെറിയ അച്ചീവ്മെന്റ്സ് പോലും, ഇപ്പം സ്കൂളിൽ ഒരു ഹൗസ് ക്യാപ്റ്റൻ ആയിരുന്നു, അല്ലെങ്കിൽ കോളേജിൽ ഇലക്ഷൻ നടക്കുമ്പോൾ ഞാൻ ഒരു എന്തെങ്കിലും റോൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇലക്ഷൻ ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ച് ചെയ്യണം എന്നുള്ളത് ഞാനാ ചെയ്തത്, അല്ലെങ്കിൽ ഇലക്ഷന്റെ അവയർനെസ് പ്രോഗ്രാമിന് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ഇത് സ്റ്റാൻഡ് ഔട്ട് ആയി ചെയ്യേണ്ട ആൾക്കാരാണ് എന്നുള്ളത് ഒരു നിർബന്ധമില്ല. അങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ആൾക്കാരെ എക്സാം ക്ലിയർ ചെയ്യുന്നുള്ളൂ എന്നുള്ളതും അങ്ങനെ അല്ല.
I can tell that from my personal experience. In the bachelor, there were 179 other officers other than me. അവരെല്ലാവരെയും എനിക്കറിയാം. അത് വെച്ച് ഞാൻ പറയാണ്, they are all, most of them are very ordinary people from very ordinary backgrounds who are there because of, of course, because of the hard work and also because of a lot of luck. കൂടുതൽ ആൾക്കാരും വളരെ സാധാരണക്കാർ തന്നെയാണ്. അല്ലാതെ ഭയങ്കര സ്റ്റാൻഡ് ഔട്ട് അച്ചീവ്മെന്റ്സും അങ്ങനൊന്നും ഉള്ളവര് ഉള്ളവരുണ്ട്. വെൽ ആൻഡ് ഗുഡ് ഫോർ ദം, അത്ര തന്നെ. So never think that you are not good enough for your DAF. You are way more important than your DAF. മാം, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ചോദിച്ചോ. മാം, മാമിന്റെ എത്രാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു മാം ഇതിലേക്ക്? ഞാൻ എന്റെ 4ാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു. അതിൽ ഒരു അറ്റംപ്റ്റ് ആക്ച്വലി ഞാൻ എഴുതിയില്ലായിരുന്നു അപ്ലൈ ചെയ്തെങ്കിലും. സോ അപ്ലൈ ചെയ്ത് എഴുതിയതിൽ 4ാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു. സോ അതിനകത്ത് 2 തവണ എനിക്ക് എന്ന് വെച്ചാൽ 17ലും 18ലും പ്രിലിംസ് എനിക്ക് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞില്ല. 19ലെ പ്രിലിംസ് ആണ് ഞാൻ ആക്ച്വലി ക്ലിയർ ചെയ്തത്. അപ്പൊ അത് കുറച്ച് എന്താ പറയാ, ഇറ്റ് ടുക്ക് എ ടോൾ ഓൺ മീ ബിക്കോസ് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു ക്ലിയർ ചെയ്യാത്തൊരു സാഹചര്യം. 18ലൊക്കെ ഞാൻ ഉറപ്പായിട്ടും പ്രിലിംസ് ക്ലിയർ ചെയ്യുന്ന വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോ പക്ഷെ ഫോർ സം ഓർ ദി അതർ റീസൺ എനിക്ക് അന്ന് കട്ട് ഓഫിനെ കാട്ടിയും സം 0.7 മാർക്സിനൊക്കെയാണ് അന്ന് പ്രിലിംസ് പോയത്. സോ ലക്ക് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഹിയർ. ഡെഫിനറ്റ്ലി 17ലും 18നെയും കാട്ടിയും ബെറ്റർ പ്രിപ്പയർഡ് ആയിരുന്നു ഞാൻ 19ല്. So preparation definitely helped. പക്ഷെ apart from that, I think a lot of luck also helped. 19ല് once prelims clear ചെയ്തതിനു ശേഷം means I like full-fledged ആയി പഠിച്ചു and then things went smooth. Ma'am, പറഞ്ഞു. ma'am, as a student, what am I focused for my future preparations? എനിക്ക് question clear ആയില്ല. Ma'am, as a student, what am I focused for my future preparations? I am in higher secondary exam. I am 12th. Okay, so for all the school students here, and advice, like something that I would like to say, you can take it or not, would be നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ പരീക്ഷയ്ക്ക് വേണ്ട ചില സ്കിൽസ് ഉണ്ട്. വൺ ഓഫ് ദം ഇസ് യു ഷുഡ് ബി ഏബിൾ ടു റൈറ്റ്. കൂടുതൽ ആൾക്കാർ ഇംഗ്ലീഷിൽ തന്നെ എഴുതാറ്, മലയാളത്തിൽ എഴുതുന്ന ആൾക്കാരും ഉണ്ട്, ബട്ട് മെജോറിറ്റി റൈറ്റ് ഇൻ ഇംഗ്ലീഷ് ഫ്രം കേരള. സോ you should be able to write. അപ്പൊ ആ റൈറ്റിംഗ് ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തെടുക്കുക ഇസ് എ ഗുഡ് വേ. ഇറ്റ്സ് എ ഗുഡ് സ്കിൽ ദാറ്റ് യു ക്യാൻ കൾട്ടിവേറ്റ്. പിന്നെ അതുപോലെ റീഡിംഗ് ഹാബിറ്റ്, പിന്നെ സ്പീക്കിംഗ് ഹാബിറ്റ്. ഈ 3 ഹാബിറ്റ്സ് ഇഫ് യു ക്യാൻ ഡെവലപ്പ്, അത് എന്താ പറയാ, ദെൻ ലൈക്ക് ഒരുപാട് ലൈക്ക് എന്ത് പറ്റുന്ന വെച്ചാൽ, എസ്പെഷ്യലി ഇപ്പൊ എന്നെ പോലെ ഒരു പ്രൊഫഷണൽ, ലൈക്ക് ഐ ആം സ്റ്റിൽ, ഞാൻ MBBS ആയതുകൊണ്ട് ഐ ഹാഡ് എ ലോട്ട് ഓഫ് റൈറ്റിംഗ് ടു ഡു. പക്ഷെ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ വരുന്നവരിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രവണത എന്ന് വെച്ചാൽ മോർ MCQ ഓറിയന്റഡ്. റൈറ്റിംഗിലേക്ക് വരുമ്പോൾ ദേ fall back a little, not everyone but some of them who I've seen, because ആ റൈറ്റിംഗ് എക്സ്പീരിയൻസ് അവർ കുറേ കൂടി ടെക്നിക്കലായ കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. ആൻഡ് ഇതിനകത്ത് എന്ന് പറയുന്നത് കൂടുതൽ ഹ്യൂമാനിറ്റീസ് ബേസ്ഡ് സബ്ജക്ട്സ് ആയതുകൊണ്ട് യുവർ റൈറ്റിംഗ് സ്കിൽ ഇസ് വെരി ഇമ്പോർട്ടന്റ്. സംടൈംസ് യു മൈറ്റ് നോട്ട് നോ വാട്ട് ദി ആൻസർ ഇസ്, പക്ഷെ യു ക്യാൻ ആക്ച്വലി യൂസ് യുവർ റൈറ്റിംഗ് സ്കിൽ ടു ഗെറ്റ് മാർക്സ്. സോ റൈറ്റിംഗ് സ്കിൽ ഇസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ അതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ബേസിക്കലി റീഡിംഗ് ഹാബിറ്റ് യു ക്യാൻ ഡെവലപ്പ് ബൈ റീഡിംഗ് യുവർ ന്യൂസ് പേപ്പേഴ്സ്. ന്യൂസ് പേപ്പർ പതുക്കെ വായിക്കാൻ തുടങ്ങുക, എസ്പെഷ്യലി അനലിറ്റിക്കൽ ആർട്ടിക്കിൾസ്. op-ed പേജ് ഉണ്ടല്ലോ, ഒപ്പീനിയൻ എഡിറ്റോറിയൽ പേജ് ഓഫ് ദ ഹിന്ദു ഓർ ഇന്ത്യൻ എക്സ്പ്രസ്, ഏത് ന്യൂസ് പേപ്പർ ആണെങ്കിലും കുഴപ്പമില്ല, ക്രെഡിബിൾ ന്യൂസ് പേപ്പർ, അതിന്റെ op-ed പേജിൽ പോയാൽ യു ക്യാൻ സീ സം വെരി ഗുഡ് ആർട്ടിക്കിൾസ്. എന്നുവെച്ചാൽ ആൾക്കാർ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള അവരുടെ ഒപ്പീനിയൻസ് എഴുതുന്ന ആർട്ടിക്കിൾസ് കാണാം. അതുപോലുള്ള ആർട്ടിക്കിൾസ് വായിക്കുക. ആ ആർട്ടിക്കിൾസ് വായിച്ചതിന് ശേഷം ഇഫ് യു ക്യാൻ ജസ്റ്റ് സമ്മറൈസ് ഇറ്റ് ഇൻ യുവർ ബ്രെയിൻ ആൻഡ് റൈറ്റ് ഡൗൺ. ഇപ്പൊ ഞാൻ വായിച്ച ആർട്ടിക്കിള് പത്രം മാറ്റി വെക്കുക, just write down, okay, this article was about, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചൈൽഡ് സെക്സ് റേഷ്യോനെ പറ്റിയുള്ള ആർട്ടിക്കിൾ ആയിരുന്നെങ്കിൽ അത് വായിച്ചു കഴിഞ്ഞിട്ട് കീപ് ഇറ്റ് അവേ. ആദ്യം ചൈൽഡ് സെക്സ് റേഷ്യോ എന്താണ്, എത്രയാണ് ഇപ്പോഴത്തെ ഇന്ത്യയിലെ ചൈൽഡ് സെക്സ് റേഷ്യോ, ചൈൽഡ് സെക്സ് റേഷ്യോ മോശമാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഗവൺമെന്റ് എടുക്കുന്ന സ്റ്റെപ്സ് ടു ഇംപ്രൂവ് ചൈൽഡ് സെക്സ് റേഷ്യോ. സോ ആ ആർട്ടിക്കിൾ വായിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് there in your memory. Your short term memory might have already recorded it. അത് കഴിഞ്ഞാൽ then just write it down. അപ്പൊ ആ റൈറ്റിംഗ് ഹാബിറ്റ് അങ്ങ് കൾട്ടിവേറ്റ് ആവും. So one you can do is read the paper. Two, what you can do is write it. Third, what you can do is ആ വായിച്ച ആർട്ടിക്കിൾ തന്നെ
നിങ്ങളുടെ ഒരു ഫ്രണ്ടിനോട് പറയുന്ന പോലെ, ഒരു പിയറിനോട് പറയുന്ന പോലെ ജസ്റ്റ് സേ ഇറ്റ് ഔട്ട്. അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഒന്ന് യുവർ കറന്റ് അഫയേഴ്സ് ഇസ് ഡെവലപ്പിംഗ്, 2 യുവർ അനലിറ്റിക്കൽ കേപ്പബിലിറ്റീസ് ആർ ഡെവലപ്പിംഗ്, 3 യുവർ റൈറ്റിംഗ് സ്കിൽസ് ആർ ഇംപ്രൂവിംഗ്, 4 നാളെ ഇന്റർവ്യൂവിന് പോയി ഇരിക്കുമ്പോൾ സംസാരിക്കാനുള്ള നിങ്ങളുടെ കോൺഫിഡൻസ് ഇസ് ഇംപ്രൂവിംഗ്. സോ ഈ ഒരു പ്രോസസ് ആക്ച്വലി ഇഫ് യു ക്യാൻ സ്റ്റാർട്ട്, ഇത് നല്ലതാണ്. ഇറ്റ്സ് എ ഗുഡ് ഹാബിറ്റ്. പത്രം വായിക്കുക ഇസ് ഡെഫിനറ്റ്ലി എ ഗുഡ് ഹാബിറ്റ്. സോ അതിന്റെ കൂടെ ഈ രീതിയിൽ ചെയ്താൽ യു ക്യാൻ ഡെവലപ്പ് ദോസ് സ്കിൽസ്. സോ അത് മാത്രമേ സ്കൂൾ ടൈമിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. ആൻഡ് സ്കൂളിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് എടുത്തു പറയാനുള്ള വേറൊരു കാര്യം, സിവിൽ സർവീസ് ഇസ് ജസ്റ്റ് വൺ എമംഗ് ദ വേരിയസ് കരിയർ ചോയ്സസ് യു ഹാവ്. This is not the career, the best career. അങ്ങനൊന്നുമില്ല. So many career choices are there. This is definitely a very good career choice, but be exposed to all other career choices also. എന്നുവെച്ചാൽ കരിയർ ഗൈഡൻസ് ഇപ്പൊ ഇതിന്റെ എടുക്കുന്നു, വെരി ഗുഡ്. ഞാൻ MBBS പാസ്സായത് 25-ാം വയസ്സിലാണ്. അന്ന് എനിക്കറിയാവുന്നതിനെക്കാട്ടിയും കൂടുതൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സിവിൽ സർവീസിനെ പറ്റി അറിയാം. സോ ഇൻ ദാറ്റ് സെൻസ് യു ആർ ഗെറ്റിംഗ് എക്സ്പോസ് ടു ദിസ് കരിയർ, വിച്ച് ഇസ് എ വെരി ഗുഡ് തിങ്. പക്ഷെ ഞാൻ പറയുന്ന പോലെ സിവിൽ സർവീസസ് ജസ്റ്റ് വൺ എമംഗ് ദ വേരിയസ് വണ്ടർഫുൾ കരിയേഴ്സ് ദാറ്റ് ആർ ദെയർ ഇൻ ദ വേൾഡ്. സോ യു ആർ ബീങ് എക്സ്പോസ്ഡ് ടു ഇറ്റ്. അത്രേ ഞാൻ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഒരു ഡൽഹിയിൽ UG ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫസ്റ്റ് ഇയർ. ഞാൻ പോൾ സയൻസ്, ലേഡി ശ്രീറാം. ഓ നൈസ്, പറഞ്ഞോളൂ. ഐ ഹാഡ് സോ മെനി ബാച്ച്മേറ്റ്സ് ഫ്രം LSR. ഓക്കെ മാം. അപ്പൊ ഇവിടെ എല്ലാവരും പൊതുവെ ഹോസ്റ്റലിലൊക്കെ എല്ലാവരും ഇപ്പോഴേ ഫുൾ ഫ്ലെജ് പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങി. UPSC സിലബസ് ഒക്കെ എടുത്തു വെച്ച് പ്രിപ്പറേഷൻ ആണ്. അതുപോലെ ഈ പറഞ്ഞ കോച്ചിങ്ങിന് പോകുന്നവരുണ്ട്. ആക്ച്വലി ഈ ഒരു ഫസ്റ്റ് ഇയറിൽ തന്നെ ഇങ്ങനെ ഇത്രയും കാര്യമായിട്ട് ഇതിന് പ്രിപ്പറേഷൻ ചെയ്ത് തുടങ്ങണം. അതുപോലെ തന്നെ പോൾ സയൻസ് ഓണേഴ്സ് ആണ് ഞാൻ എടുത്തത്. പൊതുവെ എല്ലാവരും പറയുന്നത് ഇതിനത്ര ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ല, UPSC മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഒന്ന് പേരെന്താ? എയ്മി. എയ്മി. സോ ഹായ് എയ്മി. എയ്മി, ദ തിങ് ഇസ്, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഹ്യൂമാനിറ്റീസിലും ജോയിൻ ചെയ്യാൻ വരുന്ന എല്ലാവരും, അറ്റ്ലീസ്റ്റ് 99% ഓഫ് ആൾക്കാരും സിവിൽ സർവീസ് എഴുതാൻ വേണ്ടിയാണ് അവിടെ വരുന്നത്. സോ ലൈക്ക് ഇറ്റ് ഇസ് unnatural for someone who studied in DU to not give civil service exam. ആ ലെവലില് ലൈക് കുട്ടികൾ വരുന്നത് അവിടെ ഇതിനു വേണ്ടിയാണ്. സോ അതുകൊണ്ടാണ് യു ആർ സീയിങ് ദാറ്റ് ടെൻഡൻസി ഓഫ് ദം പ്രിപ്പയറിംഗ് ഫ്രം ദ വെരി ഫസ്റ്റ് ഇയർ. And LSR, Lady Shriram College, is famous for its very strong alumni. എനിക്ക് തോന്നുന്നു LSR is the college in India which has produced the maximum number of women IPS officers. So your college is known for producing so many civil servants. അപ്പൊ ആ ടെൻഡൻസി ഡെഫിനറ്റ്ലി അവിടെ ഉള്ള എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ടാണ് they're preparing for it. So preparation ഈ സമയത്ത് തുടങ്ങേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, since your peers are preparing for it, I think that will be more than enough motivation for you also to do something. കോച്ചിങ്ങിന് പോണോ വേണ്ടെന്നുള്ളത് is a very personal choice. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം I was generally weak in humanities because ഞാൻ പഠിച്ചത് MBBS ആണ്. സോ എനിക്ക് I knew more of human body. പഠിച്ച സ്കൂൾ ഞാൻ ഹിസ്റ്ററിയും ജോഗ്രഫി ഒക്കെ 10th സ്റ്റാൻഡേർഡിന് ശേഷം പഠിച്ചിട്ടേ ഇല്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വരെ എനിക്ക് അറിയത്തില്ല. സോ ആ സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് I badly needed help. അങ്ങനത്തെ ഒരു സ്റ്റേജിൽ ഫോർ മീ കോച്ചിങ് റിയലി ഹെൽപ്ഡ്. ബിക്കോസ് എന്താണ്, എനിക്ക് ഒറ്റയ്ക്കിരുന്ന് പഠിക്കേണ്ടി വന്നില്ല. ദേ taught me. സോ എന്റെ വർക്ക് കുറേ കൂടി ഈസിയർ ആയി. ഇൻ ദാറ്റ് സെൻസ് കോച്ചിങ് ഹെൽപ്ഡ് മീ. പിന്നെ ഡൽഹിയിലാകുമ്പോൾ യു ഹാവ് സോ മെനി ഓപ്ഷൻസ് ആൻഡ് ദേ ആർ ഓൾ വെരി എക്സ്പെൻസീവ് ഓൾസോ. നാട്ടിലെ കോച്ചിങ് ഇസ് മച്ച് മോർ good on your pockets than a coaching say in Delhi. So yes, so ആ ഒരു പ്രവണത അവിടെ ഉള്ളതിൽ ഐ എം നോട്ട് അറ്റ് ഓൾ സർപ്രൈസ്ഡ്. ബിക്കോസ് ഞാൻ എന്റെ ബാച്ച്മേറ്റ്സിൽ തന്നെ ഐ ഹാവ് സീൻ പീപ്പിൾ, എനിക്ക് തോന്നുന്നു 8th standard or 6th standard തൊട്ട് ദേ പ്രിപ്പയർ ഫോർ സിവിൽ സർവീസ്, ദെൻ ദേ ഗെറ്റ് ഇൻ ടു DU. ഓപ്ഷണൽ സബ്ജക്ട് ആയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന സബ്ജക്ട് ഏതാണോ അത് തന്നെ ഓണേഴ്സിന് എടുക്കും. And then they write exam and clear and come. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, these people are at such an unfair advantage എന്നുള്ളത്. പക്ഷെ then the thing is, there are so many people who do that. Not all of them come reach there. So there is an element of luck also. So preparation of your peers കാണുന്നത്, take it more as a motivation എന്നുള്ളതേ ഞാൻ പറയുള്ളൂ. And you can also prepare with them. ഇപ്പോഴൊരു ഒരു നല്ല combined study group ഒക്കെ കിട്ടിയാൽ നല്ലതാണ്. Second, you asked me whether pol science there can be an alternative career choice other than UPSC.
അതിൽ ആക്ച്വലി ഐ എം നോട്ട് സമൺ ഹു ക്യാൻ ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ ബിക്കോസ് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഐ ക്യാൻ സേ ഫ്യൂ തിങ്സ്. പോൾ സയൻസ് എടുക്കുന്നവർ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ജേർണലിസ്റ്റ് ആയിട്ട് പോകുന്ന കുറെ ആൾക്കാരുണ്ട്, ഫ്രീലാൻസ് റൈറ്റേഴ്സ് ആവുന്ന കുറെ ആൾക്കാരുണ്ട്, പിന്നീട് പുറത്തുപോയി മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷനോ പബ്ലിക് പോളിസിയോ ഇന്റർനാഷണൽ റിസർച്ചോ അങ്ങനെയുള്ള ഇന്റർനാഷണൽ പൊളിറ്റിക്സിലുള്ള റിസർച്ചോ അങ്ങനെയൊക്കെ ചെയ്ത് പുറത്തു പോകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. So I think you have so many career options open other than UPSC for sure. You can always become a lecturer in political science after doing your, net UGC net you can become a lecturer and then a professor and all of that. There are so many options. At least like idine kurichu oru research onnum cheyade thanne I know that these many options are there. So if you just ask your seniors, so many other options will come up. Good evening, ma'am. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. മാം, എനിക്ക് ചോദിക്കാനുള്ള, നമ്മൾ ആഫ്റ്റർ ദി ഏജ് 30 നമ്മൾ സിവിൽ സർവീസ് കൊടുക്കുമ്പോഴുള്ള അതിന്റെ കുറച്ച് ചലഞ്ചസും ഡിഫിക്കൽറ്റിയുമാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കാര്യം നമ്മൾ 30 കഴിഞ്ഞിട്ട് ലൈക്ക് നമ്മൾ പ്രിലിംസ് എന്നുള്ളത് എപ്പോഴും ഒരു ക്വാളിഫയിങ് എക്സാം ആണ്. അതും പിന്നെ നമ്മൾ റിട്ടേൺ എഴുതുന്ന മെയിൻസ് കൊടുക്കുന്ന സമയത്തും അത് നമ്മുടെ ആൻസേഴ്സിന്റെ പോലെ ആയിരിക്കും നമ്മൾ സ്കോർ ചെയ്യുന്നത്. ബട്ട് നമ്മൾ ഈ പേഴ്സണാലിറ്റി ടെസ്റ്റിന് അല്ലെങ്കിൽ ഇന്റർവ്യൂ എന്നൊരു പോയിന്റിലേക്ക് വരുമ്പം ലൈക്ക് നമ്മൾ ആഫ്റ്റർ 30 ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രോബബിലിറ്റി അല്ലെങ്കിൽ ചാൻസ് നമ്മൾ കുറച്ച് ലൈക്ക് യു ആർ ടു ഓൾഡ് എന്നുള്ളൊരു പോയിന്റിൽ നമ്മളെ കാണുമോ എന്ന രീതിയിലാ? ഇല്ല, നോ 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 നോ, അങ്ങനെ ഒരു ഇഷ്യൂ വരികയില്ല. ദേ ഡോണ്ട് സി, ഇപ്പൊ അങ്ങനെ അവർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് സംതിങ് കോൾഡ് ഏജിസം, വിച്ച് ഇസ് എ പ്രോബ്ലം. മനസ്സിലായില്ലേ? ഇപ്പൊ സെക്സിസം എന്ന് പറയുന്ന പോലെ ഏജിസം ഇസ് എ പ്രോബ്ലം വേർ യു ഡിസ്ക്രൈബ് ഓർ വേർ യു അപ്രൂവ് ദ മെറിറ്റ്സ് ഓഫ് എ പേഴ്സൺ ജസ്റ്റ് ബേസ്ഡ് ഓൺ ദെയർ ഏജ്. അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ദാറ്റ് ഇസ് അങ്ങനെ ഒരു പ്രവണത ഒരിക്കലും UPSC ബോർഡിനില്ല. ദർ ഇസ് എ റീസൺ വൈ ദേ ഹാവ് കെപ്റ്റ് 32 ഫോർ ജനറൽ കാറ്റഗറി ആൻഡ് 34 ഫോർ അതർ OBC category and much higher for other categories as the cut-off age limit. They are telling you can write this exam. അപ്പൊ ഒരിക്കലും അവര് why did you write എന്ന് ചോദിക്കില്ല. It's because they kept it open for you. ഒന്ന്. രണ്ടാമത് ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ചോദ്യം ഒരിക്കലും ഉന്നയിക്കില്ല, because that is a very ageism is not a good thing to have. ഒരാളുടെ മെറിറ്റ് ജസ്റ്റ് ബിക്കോസ് ഓഫ് അയാളുടെ ഏജ് വെച്ച് നമ്മൾ നോക്കാൻ ശ്രമിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ് ടു ഹാവ്. Maybe they will put forward a question that you're 30 years old or 32 years old. So like എന്തിനാണ് ലൈക്ക് എന്താണ് ലൈക്ക് how do you think your age would benefit you or be at a loss എന്ന് ചോദിക്കാം. Then always have a very clear answer. ഇപ്പൊ എന്നോടാണ് സപ്പോസ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നെങ്കിൽ I'll definitely tell them that എനിക്ക് ഇത്രയും കൊല്ലത്ത് I have been exposed to the real world for so long. I have so much exposure. There is so much of maturity that has come in me. But I'm not as old that I cannot be molded. I'm still at an age where I can be molded into a way the academy trains me for. So basically you have the best of both worlds. Itra exposure maturity. I'm not direct college കഴിഞ്ഞ് കേറുന്ന കുട്ടികൾക്ക് most of them they don't have exposure to the real world, and then they're going to be the bosses of the real world. So you are more exposed to the real world. There are so many things that you might have done, big or small, during your age span which others have not done, and all that will increase your merit. So അങ്ങനെ ഒരു പ്രോബ്ലം ഒരിക്കലും ഉണ്ടാവില്ല. They will never ask you such a question. And ഞാൻ പറഞ്ഞില്ലേ, അത് റൂൾ അവരുണ്ടാക്കിയതാണ്. Till 32 you can write. So അവർ ഓപ്പൺ ചെയ്ത വിൻഡോയുടെ ഓപ്പർച്യൂണിറ്റി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. So there is nothing to worry regarding your age. They are never going to on your age. Ma'am, actually ഞാൻ ചോദിച്ചത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യുമെന്നല്ല, പക്ഷേ ലൈക്ക് ഞാനൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ട ഒരു ഐ തിങ്ക് ഒരു 22 23 എന്തോ ഏജ് ഉള്ള ഒരു IIT ഗ്രാജുവേറ്റ് ഉണ്ടായിരുന്നു. ഒരു എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം. ജസ്റ്റ് ഒരു ഫ്യൂ മന്ത്സിന്റെ വർക്ക് എക്സ്പീരിയൻസ് കഴിഞ്ഞ് അദ്ദേഹം കൊടുക്കാൻ ഭയങ്കര മെറിറ്റോറിയസ് ആയിട്ടുള്ള രീതിയിൽ മാർക്സും എല്ലാം സ്കോർ ചെയ്ത്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു മോക്ക് ഇന്റർവ്യൂവിന്റെ വീഡിയോ കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് പാനൽ ആൾക്ക് കൊടുത്ത ഒരു റിമാർക്കിൽ പറഞ്ഞാണ്, ആൻഡ് നിങ്ങളുടെ ഏജ് തന്നെ നിങ്ങൾക്ക് ഒരു ഭയങ്കര അഡ്വാൻറ്റേജ്, ലൈക്ക് യു ആർ സോ യങ് ആൻഡ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഒരുപാട് ഓപ്പർച്യൂണിറ്റി നിങ്ങളിൽ അവർക്ക് ലൈക്ക് പാനലിൽ കാണാൻ പറ്റും. ലൈക്ക് ഇഫ് യു ഗെറ്റ് ഇൻ ടു സർവീസ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനുള്ള അത്രയും
പ്രൈം ആയിട്ടുള്ള ഒരു ഏജിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഉണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പം അതാണ് ഞാൻ ചോദിച്ചപ്പോൾ ലൈക്ക് ആഫ്റ്റർ 30-ലൊക്കെയാണ് നമ്മൾ റീച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇപ്പം പ്രോബബ്ലി നമ്മൾ മറ്റ് പല കാര്യങ്ങളെയും കരിയറിലൊക്കെ നിന്നിട്ട് അവസാനം പ്രോബബ്ലി ഒരു ടേണിംഗ് എന്ന രീതിയിൽ എടുത്തിട്ട് പിന്നെ നമ്മളൊരു 3-4 വർഷമായിട്ട് അറ്റംപ്റ്റ് ചെയ്ത് കിട്ടാതെ ലാസ്റ്റ് നിൽക്കുമ്പം നമുക്ക് അതിനുള്ള ഒരു ക്വാളിറ്റി സർവീസിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാടൊന്നും എക്സ്പെക്ട് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി കാൻഡിഡേറ്റ് ഇല്ല എന്നൊരു ഇംപ്രഷൻ നാച്ചുറലി ഉണ്ടാകുമോ എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. സി മോക്ക് ഇന്റർവ്യൂസിന്റെ ഒരു ബേസിക് ടെൻഡൻസി എന്ന് പറയുന്നത് they try to make you feel good about who you are. So if you're young, they will try to make you feel good about that. If you are old, they will try to make you feel good about, because confidence boost തരണമല്ലോ. So a lot of things. അതൊന്ന്. രണ്ട്, ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഒരു യങ്ങർ ഏജിൽ കയറുന്നതിനും അതിന്റെ മെറിറ്റ് ഡിമെറിറ്റ് ഉണ്ട്, ഒരു ഓൾഡർ ഏജിൽ കയറുന്നതിനും അതിന്റെ മെറിറ്റ് ഡിമെറിറ്റ് ഉണ്ട്. സോ ഇഫ് എവർ എന്താ പറയാ, ഐ ഡോണ്ട് തിങ്ക് ദി ആക്ച്വൽ UPSC പാനൽ, നിങ്ങൾ ഫൈൻഡ് ഇവിടെ പോകുമ്പോൾ കാണുന്ന പാനൽ ഇസ് എന്താ പറയാ, അവിടെ ഇരിക്കുന്ന ആൾക്കാർ they are not judgmental at all. I know that for a fact, because ഒന്ന് എന്റെ my own experience, and then എന്റെ ബാച്ച്മേറ്റ്സ് പറഞ്ഞാണെങ്കിലും അവരുടെ എല്ലാവരുടെ ഇന്റർവ്യൂസ് became like it was never judged based on things that are not under their control. Like നമ്മള് from where are you from, നിങ്ങളുടെ ഇൻകം എന്താണ്, നിങ്ങളുടെ പേരൻസിന്റെ ഇൻകം എന്താണ്, നിങ്ങളുടെ ഇൻകം അല്ല, നിങ്ങളുടെ പേരൻസ് എന്താ ചെയ്യുന്നത്, പേരൻസിന്റെ ഇൻകം എന്താണ്, നിങ്ങളുടെ ഏജ് എത്രയാണ്, നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ്, there are so many things that are not under your control, no? Like you don't choose where you're born, you don't choose anything, you don't choose when you are born. ഒന്നും നമ്മുടെ control അല്ലാത്ത factors are never a problem for them. They will assess you based on factors that are under your control. അതിലെ അവർ assess. Ma'am, let me ask you one question. മാം, 2023 പ്രിലിംസ് അറ്റൻഡ് ചെയ്യാനാണ് ഞാൻ ഇരിക്കുന്നത്. ബട്ട് ഞാൻ പ്രിപ്പറേഷൻസ് വളരെ ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ദർ ഇസ് എനി ടിപ്പ് ഓർ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? ഞാൻ പ്രിലിംസ് PTS അറ്റൻഡ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. സോ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും കോൺസെൻട്രേഷൻസ് ഓർ അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ട ഒരു ഏരിയ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? പ്രിലിംസിന് അങ്ങനെ ലൈക്ക് ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു വൺ ഏരിയ അങ്ങനെ പറയാൻ ഇറ്റ്സ് എ ലിറ്റിൽ ട്രിക്കി ക്വസ്റ്റ്യൻ. ബട്ട് ലുക്കിംഗ് ബാക്ക് അറ്റ് മൈ എക്സ്പീരിയൻസ് ആൻഡ് ലൈക്ക് ഞാൻ എന്താ ചെയ്യാന്ന് എന്നോട് ചോദിച്ചത് ഐ ക്യാൻ ആൻസർ, ബട്ട് ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് ദ റൈറ്റ് തിങ്. ഐ ഡോണ്ട് എൻഡോർസ് ഇറ്റ്, ബട്ട് ഐ ജസ്റ്റ് ടെൽ യു വാട്ട് ഐ വുഡ് ഹാവ് ഡൺ. ഓക്കേ മാം. ചാൻസ് ലൈക്ക് എന്നാ പ്രിലിംസ് ദിസ് ഇയർ എപ്പോഴാണ്? May 28. Okay. So if I am given a chance, like generally ഒന്ന് ട്രെൻഡ് നോക്കുക ക്വസ്റ്റ്യൻസിന്റെ. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ കൊല്ലങ്ങളിൽ വന്നത് ഏത് സബ്ജക്ട്സിൽ നിന്നാണ്? സോ ഞാൻ എഴുതുന്ന സമയത്തുള്ള ട്രെൻഡ് എന്ന് പറയുന്നത് കറന്റ് അഫയേഴ്സ് നന്നായിട്ട് വരുമായിരുന്നു, പോളിറ്റി നന്നായിട്ട് വരുമായിരുന്നു, ഹിസ്റ്ററി, ഏൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വരുമായിരുന്നു. ഞാൻ എഴുതുന്ന വർഷങ്ങളിൽ ജോഗ്രഫി എന്നുള്ള ക്വസ്റ്റ്യൻസ് ആക്ച്വലി കുറവായിരുന്നു. അതിന് വെച്ചാൽ കറന്റ് അഫയേഴ്സ് എനിവേ യു ഹാവ് ടു സ്റ്റഡി. കറന്റ് അഫയേഴ്സ് നന്നായിട്ട് പഠിച്ചേ പറ്റൂ. സോ ഐ ഹാഡ് ദിസ് ഹാബിറ്റ്. ഞാൻ കറന്റ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്ത് എങ്ങനെയാന്ന് വെച്ചാല് ഞാൻ ഹിന്ദു വായിക്കും, ദെൻ ഈ ബൈജൂസിന്റെ ഒരു ഹിന്ദു അനാലിസിസ് വീഡിയോ വരും, അപ്പൊ ഞാൻ അത് കാണുമായിരുന്നു. എന്നിട്ട് അതിൽ അവർ ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ഇൻസൈറ്റ്സ് ഡെയിലി കറന്റ് അഫയേഴ്സ് എന്ന് പറഞ്ഞ് ഐ ഹാഡ് സബ്സ്ക്രൈബ് ടു ഇൻസൈറ്റ്സ് മെയിൽ ID. അപ്പൊ അതിനകത്ത് ഇങ്ങനെ ഡെയിലി കറന്റ് അഫയേഴ്സ് പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് തന്നെ വരുമായിരുന്നു. സോ പത്രം വായിക്കുക, ഹിന്ദു അനാലിസിസ് ഓഫ് ബൈജൂസ് കാണുക, ഇൻസൈറ്റ്സിന്റെ ഇത് ഫോളോ ചെയ്യുക. ഇതാണ് ഞാൻ ചെയ്തത്. സോ ആൻഡ് ദാറ്റ് വാസ് യൂസ്ഫുൾ ഓൾസോ. കറന്റ് അഫയേഴ്സ് ആ രീതിയിൽ പോയി. പിന്നെ നെക്സ്റ്റ് വരുന്നത് സബ്ജക്ട്സ് ആണ്. സ്റ്റാറ്റിക് സബ്ജക്ട്സ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അതില് പോളിറ്റി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് അല്ല, പോളിറ്റി ഈസ് ഈസി. ഒന്ന് പോളിറ്റിയുടെ ഒരു കോൺസെപ്റ്റ് കഴിഞ്ഞാൽ പോളിറ്റി ഈസ് ഈസി. അതായത് പോളിറ്റിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ പോളിറ്റി നന്നായി പഠിച്ചാൽ there is a higher chance you will get it correct, you will get the answer right. So പോളിറ്റി അതുകൊണ്ട് നന്നായി പഠിക്കുക.
എന്റെ സമയത്തെ ട്രെൻഡ് വെച്ചാണ് ഞാൻ പറയുന്നത്. ബട്ട് എനിവേ പോളിറ്റി ഐ തിങ്ക് എപ്പോഴും ഒരു 15 to 20 questions യൂസ് ടു കം ഫ്രം പോളിറ്റി ഞാൻ എഴുതുന്ന സമയത്തൊക്കെ. അപ്പം എന്റെ ടാർഗറ്റ് അതായിരുന്നു ദാറ്റ് ഈ 15 to 20 questions ഫ്രം പോളിറ്റിയിൽ മാക്സിമം ഐ ഷുഡ് ഗെറ്റ് കറക്റ്റ് ആൻസേഴ്സ്. ലൈക്ക് ഈവൻ ഇഫ് എനിക്കൊരു ലൈക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യും. ഇപ്പൊ ഒരു ഒരു 18 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ 18 അറ്റംപ്റ്റ് ചെയ്യും. അതിലൊരു 3-4 തെറ്റിയാൽ പോലും കുഴപ്പമില്ല. എനിക്ക് കൂടുതൽ ലൈക്ക് നെറ്റ് ആയിട്ട് മാർക്ക് എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടാൻ പോകുന്നുള്ളൂ. സോ പോളിറ്റി ഈസ് വൺ വേ യു ക്യാൻ ആക്ച്വലി സ്കോർ മാർക്സ്. രണ്ടാമത് യു ക്യാൻ സ്കോർ മാർക്സ് ഹിസ്റ്ററി നല്ല തറവായിട്ട് പഠിച്ച. ബിക്കോസ് ഹിസ്റ്ററിയിലെ മോഡേൺ ഉണ്ട്, ഏൻഷ്യന്റ് ഉണ്ട്, മിഡീവൽ ഉണ്ട്. ഇറ്റ്സ് എ വാസ്റ്റ് ടോപ്പിക്. സോ അതുകൊണ്ട് തന്നെ ദർ ആർ സോ മെനി ഏരിയാസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ഫ്രം. അപ്പൊ ഹിസ്റ്ററി ഞാൻ ആക്ച്വലി എൻലൈറ്റ് IAS പഠിച്ചത്. അവിടെ മഹേഷ് സാർ എന്ന് പറഞ്ഞ ഹീസ് ദ ഫേസ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൾസോ. നിങ്ങൾ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, ബട്ട് ഹീസ് ദ ഫേസ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ ഞാൻ അവിടെയാ പഠിച്ചത്. ആൻഡ് സാർ പഠിപ്പിച്ച ഹിസ്റ്ററിയാണ് ഞാൻ പഠിച്ചത്. സോ അതിനപ്പുറത്തേക്ക് ഞാൻ പോയിട്ടില്ല. ആൻഡ് ഹീ ഒരു ഹോൾസം ആയിട്ട് എനിക്ക് ആക്ച്വലി പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് പൊതുവെ ആൾക്കാർ NCERTs ഒക്കെ വായിക്കാറുണ്ട്. എനിക്ക് അവിടെ വരെ പോണ്ടി വന്നില്ല. ഫോർ മീ ഹീ ഡിഡ് ദാറ്റ് ജോബ്. ഹീ റെഡ് ഓൾ ദി NCERTs ആൻഡ് ടോട്ട് us. സോ അതോടെ ആക്ച്വലി എന്റെ ഹിസ്റ്ററി പ്രിപ്പറേഷൻ അത്യാവശ്യം തറവാണ്. അപ്പം മോഡേൺ ഹിസ്റ്ററിന്നും ക്വസ്റ്റ്യൻസ് കാണും. കൂടുതൽ മോഡേണിൽ നിന്നാണ് വരുന്നത്. ഏൻഷ്യന്റിൽ നിന്നും കാണും, മിഡീവൽ നിന്നാണ് കാണും. ഈ 3 കൂടുതലും വരാറ് മോഡേൺ ആയിരുന്നു. ഇടയ്ക്ക് ഏൻഷ്യൻസും കൂട്ടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. സോ ഞാൻ ഹിസ്റ്ററിയും തറവായി പഠിച്ചു. ബിക്കോസ് ഇത്രയും ഏരിയാസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതുപോലെ പിന്നെ എൻവയോൺമെന്റ് ആൻഡ് ഇക്കോളജിയിൽ ഞാൻ കുറച്ച് സ്ട്രോങ് ആയിരുന്നു ബിക്കോസ് ഓഫ് മൈ ബയോളജി ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഇതുപോലെ ജസ്റ്റ് ഒരു ലൈക് ഞാൻ കൂടുതലും എന്റെ സമയത്ത് ട്രെൻഡ് വെച്ചിട്ടാണ് പറയുന്നത്. സോ ഇതുപോലെ ജസ്റ്റ് വർക്ക് ഒരു എക്കണോമിക്സ് ഇസ് അഗെയിൻ അനദർ പ്ലേസ്. ഡെഫിനറ്റ് ക്വസ്റ്റ്യൻസ് എക്കണോമിക്സിൽ ഉണ്ടാവും. എക്കണോമിക്സിൽ എന്ന് പറഞ്ഞാൽ കുറെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ആണ് കിട്ടേണ്ടത്. എന്ന് വെച്ചാൽ ഫിസിക്കൽ പോളിസി എന്താണ്, മോണിറ്ററി പോളിസി എന്താണ്, പിന്നെ എന്താണ് നമ്മുടെ ഈ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, എന്ത് ചെയ്താൽ ഇത് കൂടും, എന്ത് ചെയ്താൽ ഇത് കുറയും. പിന്നെ ഐ ഫൊഗോട്ട് ഓൾ ദോസ് കൺസെപ്റ്റ്സ് നൗ. MSF ഉണ്ടല്ലോ, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ. സോ ദർ ആർ ലൈക് ഇതുപോലത്തെ കുറെ കോൺസെപ്റ്റ്സ് ഉണ്ട്. ജസ്റ്റ് ബി thorough with your concepts and then I think it is easier to clear. എക്കണോമിക്സിനെ പറ്റി കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആളല്ല. ബിക്കോസ് ഐ സ്റ്റഡിഡ് എക്കണോമിക്സ് ഓൺലി ഫോർ ദ സേക്ക് ഓഫ് പ്രിലിംസ്. പിന്നെ മെയിൻസിന്റെ എക്കണോമിക്സ് ഇസ് ഡിഫറെന്റ്. പ്രിലിംസിന്റെ എക്കണോമിക്സ് കുറച്ച് ടെക്നിക്കൽ ആണ്. മെയിൻസിന്റെ എക്കണോമിക്സ് കുറേ കൂടെ തിയററ്റിക്കൽ ആണ്. ദാറ്റ് ഐ ഹാഡ് എ ബെറ്റർ ഹോൾഡ് ദയർ. പ്രിലിംസിന്റെ എക്കണോമിക്സ് ടെക്നിക്കൽ ആണ്. സോ ഞാൻ ആവശ്യമുള്ള എക്കണോമിക്സ് മാത്രമേ പഠിച്ചുള്ളൂ. എനിക്ക് ആകെ കൺസെപ്ച്വൽ ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എക്കണോമിക്സ് യു ക്യാൻ ആക്ച്വലി സോൾവ് മോസ്റ്റ്. And structure. Okay, thank you, ma'am. Good evening, ma'am. I am Aparna. Tell me, ma'am, I am studying in a degree student, but I can't prepare for UPSC. എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, ഇപ്പൊ പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് കോളേജ് സ്റ്റഡീസ് ഒക്കെ ആയിട്ട് ടൈം മാനേജ്മെന്റ് ഒട്ടും പറ്റുന്നില്ല. അപ്പം കോളേജ് സ്റ്റഡീസിന്റെ കൂടെ എങ്ങനെ UPSC പ്രിപ്പറേഷൻ കൊണ്ടുപോകാന്ന് മാമിന്റെ ഒരു സജഷൻ പറയാമോ? ഇപ്പൊ ഇത്രയും since you told me you're not getting time and you're largely held up with college related activities and work, the best thing to do, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്കൂൾ സ്റ്റുഡൻസിനോട് ഒരു കാര്യം ഞാൻ ചെയ്യാൻ പറഞ്ഞല്ലോ, read newspapers daily, give more importance to the op-ed page, opinion editorial page. അതിൽ ആർട്ടിക്കിൾസ് വായിക്കുക, try and write them down in your own language as a summary. Then speak about that to your friends. ആ പ്രോസസ് തന്നെ ചെയ്താൽ മതി. And then start your full-fledged preparation once you are done with your college. Okay, ma'am. Thank you, ma'am. ചോദിച്ചോളൂ. നാളെ എനിക്ക് ടെസ്റ്റ് സീരീസ് ആണ്. അപ്പൊ പോളിറ്റി ആൻഡ് ഇതിന്റെ സ്റ്റഡി ചെയ്യാനായിട്ട്. കേട്ടില്ല, എന്താ ക്വസ്റ്റ്യൻ എന്താ? അല്ല മാം, അതെ, ഞാനിപ്പോ സിവിൽ സർവീസ് അക്കാദമിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോ നാളെ അതിന്റെ ടെസ്റ്റ് സീരീസ് ആണ്, പോളിറ്റിയുടെ ടെസ്റ്റ് ആണ്. അപ്പോ ഇനിയിപ്പോ കാര്യമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ലീവ് ചെയ്തോട്ടെന്ന് ചോദിക്കാനാണ്. കാരണം പഠിക്കാനുണ്ട്. ലീവ് ചെയ്തോളൂ. ബാക്കിയുള്ള സിവിൽ സർവീസ് കിട്ടിയ ആൾക്കാർ പറഞ്ഞതിനെക്കാട്ടും കൂടുതലൊന്നും എനിക്ക് പറയാനുണ്ടാവില്ല. സോ ഇഫ് യു ജസ്റ്റ് ഓപ്പൺ യൂട്യൂബ് ആൻഡ് ലുക്ക് ഫോർ ഓൾ ദീസ് ടോപ്പേഴ്സ് വീഡിയോസ്, അവരൊക്കെ പറയുന്ന കാര്യങ്ങളെ ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നുള്ളൂ. സോ ഗോ ആൻഡ് സ്റ്റഡി ഫോർ ടുമോറോസ് എക്സാം. മേഡം നമസ്കാരമുണ്ട്.
എൻ്റെ പേര് അൻസറാണ്. ഞാൻ 5 പ്രാവശ്യമായി ഇത് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് നമ്മൾ സിവിൽ സർവീസ് കിട്ടിക്കഴിഞ്ഞാൽ ഭിന്നശേഷിക്കാരുടെ ഇതിൽ അവിടുത്തെ ട്രെയിനിങ്ങിൻ്റെ ഫെസിലിറ്റീസ് എങ്ങനെയായിരിക്കും മാഡം? പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ഇത് ട്രാക്ക് ചെയ്ത് മേളിലോട്ട് വരുമ്പോൾ ഈ അഭിപ്രായം കാണുമ്പോൾ പലപ്പോഴും എൻ്റെ മാർക്ക് ഡൗൺ ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയാണ് വരാറ്. എന്ന് വെച്ചാൽ അവിടുത്തെ എനിക്ക് ക്വസ്റ്റ്യൻ ആക്ച്വലി ക്ലിയർ ചെയ്തില്ല. ഭിന്നശേഷിക്കാരുടെ ട്രെയിനിങ് എങ്ങനെയാണെന്നാണോ അതോ? അതായത് നമ്മുടെ ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞാല് മേളിലോട്ട് ഉള്ള സമയങ്ങളിൽ ഭിന്നശേഷിക്കാരുടെ രീതി എങ്ങനെയായിരിക്കും? നമ്മളെ ഇന്റർവ്യൂ കഴിഞ്ഞാൽ അവിടെ ഒരു കുറച്ച് ദിവസത്തെ ട്രെയിനിങ് ഉണ്ടാവുമല്ലോ മാഡം. Hello. Okay, so avade academy was very sensitive to this issue actually. So nammal academy il nachi idellam kazhinju before joining academy oru application form ninge ayichiru. So academy യുടെ വെബ്സൈറ്റിൽ പോയി we have to fill certain information. അതിനകത്ത് അവർ എടുത്ത് ചോദിക്കാറുണ്ട് എന്തെങ്കിലും മെഡിക്കൽ എയിൽമെന്റ്സോ ഫിസിക്കലി എന്തെങ്കിലും സ്പെഷ്യലി ഏബിൾഡ് ആണോ എന്നുള്ള കാര്യങ്ങളെല്ലാം അവർ എടുത്ത് ചോദിക്കാറുണ്ട്. സോ അങ്ങനെ ചോദിക്കുമ്പോൾ അതുപോലത്തെ ആൾക്കാർക്ക് they give the best of facilities that they can. For example, എന്റെ ബാച്ചില് വിഷ്വലി ചാലഞ്ച്ഡ് ആയിട്ടുണ്ടായിരുന്ന എന്റെ ബാച്ച്മേറ്റ്സ് ഉണ്ടായിരുന്നു. They always had she always had a full-time help with her. Like academy appointed ചെയ്തതാണ്. She always had a full-time help with her. And there was another batchmate of mine, Jayant. He was also visually challenged. He also had a full-time help with him. Like almost together ആയിരുന്നു അവർ full-time. And these people are very ഇവിടെ ഒരാളെ സപ്പോർട്ടിന് കൊണ്ടുപോകേണ്ടി വരുമോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, ഒരിക്കലും വേണ്ടി വരില്ല. They will give the maximum support that you will ever receive. അത്രയും സെൻസിറ്റീവ് ആണ് അക്കാഡമി ആ കാര്യത്തിൽ. ലൈക് കാർഡേഴ്സ് തരുന്നതിനെക്കാട്ടിയും കൂടുതൽ സപ്പോർട്ട് യൂഷ്വലി അക്കാഡമി തരാറുണ്ട് ആ കാര്യത്തിൽ. സോ അക്കാഡമി ഇസ് എക്സ്ട്രീംലി സെൻസിറ്റീവ്, വെരി സെൻസിറ്റീവ് ടു ഈവൻ ദ ടൈനിയസ്റ്റ് ഡീറ്റെയിൽസ്. ലൈക്ക് ഞങ്ങളുടെ കൂട്ടത്തില് ലൈക്ക് ആസ്മയുള്ള കുട്ടികൾ ഉണ്ടായിരുന്നവർക്ക് ദ ഹോസ്റ്റൽ വാസ് ഗിവൻ സോ നിയർ ടു ദി അക്കാഡമി. ബിക്കോസ് അക്കാഡമിയുടെ ടെറൈൻ എടുത്താലേ ലൈക്ക് ഹില്ലി ആണല്ലോ, നമ്മുടെ ഇവിടുത്തെ പോലെ പ്ലെയിൻ അല്ല. ദ ക്യാമ്പസ് ഇസ് നോട്ട് പ്ലെയിൻ. ദർ ആർ സോ മെനി സ്റ്റീപ്സ് ആൻഡ് ദെൻ ദർ ആർ സോ മെനി ഡീപ്സ്, അങ്ങനെയൊക്കെയാണ്. സോ ആ ഫിസിക്കൽ എക്സോഷൻ കാരണം ഒരിക്കലും അവരുടെ ആസ്മ മോശമാവരുതെന്ന് വിചാരിച്ചു ദേ ആർ ഗിവൺ ഹോസ്റ്റൽസ് വിച്ച് ആർ എന്താ പറയുക ഏറ്റവും ക്ലോസ് ടു ദി അക്കാഡമി ആയിട്ടുള്ള ഹോസ്റ്റൽസ് കൊടുക്കുന്നത്. സോ ദാറ്റ് ആ ഫിസിക്കൽ എക്സോഷൻ ഡസന്റ് flare up their asthma. ആ ലെവലിൽ അക്കാഡമി സെൻസിറ്റീവ് അബൌട്ട് എനിത്തിങ് ദാറ്റ് ables you in a special way. So അങ്ങനെ ഒരു ഇത് ധാരണ വെക്കുക വേണ്ട. ആൻഡ് ഇൻഫാക്ട് അക്കാഡമി പല അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടിട്ടാണ് as someone who has studied in that academy ഞാൻ പറയുന്നത് you can take in full guarantee. പറഞ്ഞവരെല്ലാവരും അക്കാഡമിയിൽ ഉള്ളവരാണോ അല്ലെന്ന് എനിക്കറിയില്ല. ബട്ട് as someone who studied in that academy until 2 years ago, കഴിഞ്ഞ കൊല്ലം മെയിലാണ് ഞാൻ അവിടുന്ന് എന്റെ phase 2 കഴിഞ്ഞ് ഇറങ്ങിയത്. സോ അതുവരെയുള്ള എന്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാണ് അക്കാഡമി ഈസ് എ വെരി വെരി സെൻസിറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് ഫാർ ആസ് സ്പെഷ്യലി ഏബിൾഡ് പീപ്പിൾ ആർ കൺസേൺഡ്. ഇൻഫാക്ട് ഞാനൊരു കാര്യം എടുത്തു പറയണമെങ്കിൽ ദേ യൂസ് ടു കീപ് സിമുലേഷൻ എക്സസൈസസ്. അതായത് ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ ലൈക്ക് ഒരു ക്ലോത്ത് എടുത്ത് ഞങ്ങളുടെ കണ്ണ് കെട്ടി വെച്ചിട്ടൊരു ഫുൾ ഡേ ആസ് ഇൻ ഫുൾ വർക്കിംഗ് അവേഴ്സ് ഞങ്ങളോട് അങ്ങനെ വർക്ക് ചെയ്യാൻ പറഞ്ഞു. സോ ദാറ്റ് വി അണ്ടർസ്റ്റാൻഡ് ഹൗ challenging it is for a visually disabled or visually specially abled person to live his or her life. അതുപോലെ നോയിസ് ക്യാൻസലേഷൻ സാധനങ്ങൾ തന്നിട്ട് ചെവിയിൽ വെച്ചൊരു ഫുൾ ഡേ നിൽക്കാൻ പറഞ്ഞു. സോ ദാറ്റ് ഹിയറിംഗ് വൈസ് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയവരുടെ ഡിഫിക്കൽട്ടീസ് മനസ്സിലാക്കാൻ വേണ്ടി. സോ അക്കാഡമി is that sensitive to this topic. So there is absolutely nothing to worry. Okay, thank you, ma'am. Thank you. നമ്മള് ഫുൾ ഹലോ മാം. ഹലോ മാം, നമ്മൾ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിലുള്ള ആ ഒരു പ്രിപ്പറേഷൻ ഒരു രീതി ഒന്ന് പറയാമോ മാം? അതായത് നമ്മള് ഇപ്പം ഫോർ എക്സാമ്പിൾ ലൈക്ക് വി ആർ ഡൺ വിത്ത് എവറിത്തിങ് എൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇനിയും ഇതിനായിട്ട് ഫുള്ളായിട്ട് ഇറങ്ങുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് പറ്റിയ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുകയാണോ, അതല്ല നമുക്ക് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഡയറക്റ്റ് പോകാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് വീട്ടിൽ സ്വന്തമായിട്ട് ഇരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന രീതിയാണെങ്കിൽ നമ്മൾ എന്ത് മെറ്റീരിയൽസ് നോക്കി തുടങ്ങണം, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒന്ന് പറയാമോ?
So കോച്ചിങ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഗ്യാപ്സ് അല്ലെങ്കിൽ നമ്മുടെ ഏരിയാസ് ഓഫ് വീക്ക്നെസ് കറക്റ്റ് ചെയ്യാനാണ് കോച്ചിങ് ഉള്ളത്. സോ ഇഫ് യു ആർ വീക്ക് ഓൺലി ഇൻ ഫ്യൂ ഏരിയാസ് ഒരു ഫുൾ ഫ്ലെജ് കോച്ചിങ് എടുക്കേണ്ട ആവശ്യമില്ല. ആസ് ഫാർ as I was concerned, I was weak in almost every area. So I needed help. അതുകൊണ്ടാണ് ഞാൻ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തത്. Now coming to so selective coaching കൊടുക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ. So you can join in weak area ഏതാണെന്ന് മനസ്സിലാക്കി you can join for that. അല്ലാതെ ഫുൾ ഫ്ലെജ് പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ യൂഷ്വലി വാട്ട് പീപ്പിൾ ഡു സ്റ്റാർട്ട് വിത്ത് ദ ബേസിക് ഡോക്യുമെന്റ്സ്. ബിക്കോസ് ഇപ്പൊ അഗെയിൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പൊ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളാണെങ്കിൽ പണ്ട് പഠിച്ച ഹിസ്റ്ററിയും ജോഗ്രഫിയും സ്കൂളിൽ പഠിച്ച സിവിക്സും എക്കണോമിക്സും ഒക്കെ കംപ്ലീറ്റ്ലി മറന്നിട്ടുണ്ടാവും. സോ റീഡിങ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് സഡൻലി വിൽ ബി എന്താ പറയാ ഒന്നും മനസ്സിലാവത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ബേസിക്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നത്. സോ ആ ബേസിക്സ് ബെറ്റർ ആവാൻ വേണ്ടിയാണ് NCERTസിലോട്ട് പോയിട്ട് റീഡ് ദോസ് ബുക്സ്. അപ്പൊ അത് വളരെ സിമ്പിൾ ലാംഗ്വേജിൽ യു ബിൽഡ് യുവർ ഫൗണ്ടേഷൻ, ദെൻ യു കം ടു ദ സ്റ്റാൻഡേർഡ് ബുക്സ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ജോഗ്രഫി ആണെങ്കിൽ ഇൻഫാക്ട് യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം 6th standard ടെക്സ്റ്റ് ബുക്സ്. 6th standard ടെക്സ്റ്റ് ബുക്ക് തൊട്ട് ജോഗ്രഫി ഉള്ളത് വായിച്ച് കഴിഞ്ഞ് then when you read a standard book of world geography, then you will, you'll be able to have a better understanding. So full-fledged preparation തുടങ്ങുമ്പോഴത്തേക്ക് depending on your background, mostly science background ഉള്ള ആൾക്കാർക്ക് ഇത് necessary ആണ്. But at the same time humanities background ഉള്ള ഒരാളാണെങ്കിൽ most of this അവർ already ചിലപ്പോൾ cover ചെയ്ത് കാണും. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് you can prepare differently. You can right away start with standard textbooks. So definitely that is one. പിന്നെ revision is key. The more you retain, the much better for you. So revision is key. എന്റെ കേസിൽ ഞാനൊരു calendar വെച്ച് വീക്ക്ലി, ബൈ-വീക്ക്ലി, third weekly, monthly എല്ലാ റിവിഷൻ ഞാൻ ചെയ്യുമായിരുന്നു. So revision is very important because ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈക്ക് കറണ്ട് അഫയേഴ്സ് ഒക്കെ എസ്പെഷ്യലി ചെറിയ ചെറിയ നോട്ടൊക്കെ ആക്കി വെക്കാം. ബാക്കി അല്ലാത്ത സ്റ്റാറ്റിക് സബ്ജക്ട്സിന് മോർ ദാൻ മേക്കിംഗ് നോട്ട്സ് ഐ യൂസ് ടു ജസ്റ്റ് ഹൈലൈറ്റ് വാട്ട് എവർ ഇസ് ഇമ്പോർട്ടന്റ് ആൻഡ് റിവൈസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഹൈലൈറ്റഡ് പാർട്സിൽ കൂടെ പോത്തേ ഉണ്ടായിരുന്നുള്ളൂ. സോ ദാറ്റ്സ് ഹൗ യു ക്യാൻ സ്റ്റാർട്ട്. യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ഡിപ്പെൻഡിങ് ഓൺ യുവർ ഗ്രാജുവേഷൻ എന്തായിരുന്നു, യു ക്യാൻ either start with your basic textbooks or the advanced textbooks, or then parallelly current affairs prepare ചെയ്യുക. Then definitely give tests. ടെസ്റ്റ് അത് പഠിച്ചു കഴിഞ്ഞിട്ട് ടെസ്റ്റ് കൊടുക്കാം എന്നുള്ള പ്രവണത is very very wrong. It is very detrimental, I would say. So ടെസ്റ്റ് സീരീസും പാരലലി സ്റ്റാർട്ട് ചെയ്യുക. ടെസ്റ്റ് സീരീസ് എന്ന് വെച്ചാൽ ലൈക് വലിയ 100 questions ഉള്ള ഫുൾ ടെസ്റ്റിന് എഴുതണം എന്ന് ഞാൻ പറയില്ല. എനിക്ക് ഐ തിങ്ക് പല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണെങ്കിൽ ഇൻസൈറ്റ്സിന്റെ ഒക്കെ ഞാൻ പണ്ട് സബ്സ്ക്രിപ്ഷൻ ഉള്ളപ്പോൾ അവരെ ഇങ്ങനെ ഡെയിലി 10 questions ഒക്കെ അയച്ചു തരുമായിരുന്നു. സോ ഡെയിലി കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക ഷുഡ് ബി എ പാർട്ട് ഓഫ് യുവർ റൂട്ടീൻ ഫ്രം ദ ബിഗിനിങ്. Okay, ma'am. Okay. Hello, ma'am. 1 second. 9:10 നമ്പർ എത്രയാ? 21605978. ഞാൻ വിളിക്കാം. ശരി. ചോദിച്ചോളൂ. എത്ര ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ തന്നെ മാം NCERTs കവർ ചെയ്യുന്നത് എത്ര ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ എല്ലാ സബ്ജക്ട്സിനും മാം ഫോളോ ചെയ്ത സ്റ്റാൻഡേർഡ് ബുക്സ് ഏതൊക്കെയായിരുന്നു? സോ NCERTs ഞാൻ പറഞ്ഞ പോലെ if you have like if you're preparing by yourself and if you have like no idea of what is it that you're studying, അതായത് ഇപ്പൊ ഹിസ്റ്ററി പെട്ടെന്ന് ഒരു ദിവസം എടുത്ത് വായിക്കാൻ നോക്കുമ്പോൾ you won't be able to understand, എസ്പെഷ്യലി സയൻസ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ് വരുന്നവരാണെങ്കിൽ. സോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ യു ക്യാൻ റീഡ് NCERTs. NCERTs വിൽ ഗിവ് യു ഒരു ബേസിക് എന്താ പറയാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ ഒരു ഗ്രാജുവൽ ലേണിംഗ് ഇല്ലേ, ഗ്രാജുവലി യു വിൽ ഗോ അപ്പ് ദ ലാഡർ. ഫൗണ്ടേഷൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് വരും അങ്ങനെ ചെയ്യുമ്പോൾ. സോ അതാണ് one way of answering it. Second way is if you're directly joining for a coaching, ഈ NCERT വായിച്ച് പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം അവർ പഠിപ്പിക്കും.
then you don't have to read NCRTs. So it depends on what is your graduation, what is your mode of preparation. Adilekku depend cheyidirikum. So NCRTs are important in the sense it helps you get a good base. Okay, foundation lay cheyitherum, on top of which you can build your knowledge. Adana NCRTs in the gunam nu parayunnathu. And adu kooduthalum anubhavikkappeda I think is when you are preparing by yourself. Ipo coaching nommulla oru vyathyasam ennu vechal they have already read all these things and they are ready to teach you everything. So ningalate book vayichu veendum effort idenda avashyamilla, because they will already teach you. Avaru endalum idokke vayichu ningale padipikkan vendi idokke vayichirikkunna aalkarana. So anganulla oru sahacharyattil NCRTs vayikkendi varilla. Then third, you asked me standard books endokkeya follow cheyidenu. Actually it's been like 4 years after preparation now. Enikku exactly ormilla, but for history, modern history, I followed I shouldn't be forgetting his name. Spectrum ആണ് ഞാൻ modern history ക്ക് പഠിച്ചത്. വായിച്ചത്. Ancient and medieval history I largely went by my sir's notes. എന്നെ പഠിപ്പിച്ച sir ഉണ്ടായിരുന്നു. So his notes ആണ് ഞാൻ കൂടുതലും വായിച്ചത്. ഞാൻ പറഞ്ഞ പോലെ I was a weak student in the sense എന്റെ foundation വളരെ vague ആയിരുന്നു. Like എന്റെ foundation was not at all good. എനിക്കൊരു strong foundation ഉണ്ടായിരുന്നില്ല. So I needed help in every subject except science and technology. Science and technology I could do well because I'm from a science background. Adu koodade be it sociology, be it history, be it geography, I needed help with everything. So standard textbooks history and spectrum vayichittundu. Baaki everything was based on what sir taught me. Adupole environment in Shankarinte oru textbook aanu njan vayichadu. Baaki everything based on what sir taught me. Political, Lakshmikant is the book to go. So political njanam Lakshmikant vayichadu. Economics nu Shankar Ganesh. These are the main subjects that I remember. Largely idokke thaneyirunnu. Pinne because I went for coaching, I largely relied on their notes as well. Thank you, ma'am. Okay. Yes. As you said, you are from a science background, right? How you prepare for answer writing, and rather than more than that of humanities background, how to build a strong answer writing while preparing for studying in college days? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, read newspapers, choose 3 or 4 articles, read those articles. ആ ആർട്ടിക്കിൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ലാംഗ്വേജിൽ എഴുതി സമ്മറൈസ് ചെയ്യുക. When you start doing that, if you consistently do that for 2 weeks, you will see a huge difference in your writing standards. Then if you keep doing that even more, അത് കൂടുതൽ improve ആയി പോവത്തേ ഉള്ളൂ. So the only way you can develop a writing, എന്താ പറയാ, good way of writing, good writing വരണമെങ്കിൽ the only way is practice. വേറെ ഒരു ഷോർട്ട് കട്ടും അതിനില്ല. ഡെയിലി പ്രാക്ടീസ് റൈറ്റിംഗ്. ഈവൻ ജേർണലിംഗ് ഇസ് എ ഗുഡ് ഐഡിയ. ജേർണൽ, ഡയറി എഴുതുന്നതൊക്കെ ഇല്ലേ, ഈ പത്രം വായിച്ചെഴുതുക, ഡയറി എഴുതുക, പല രീതിയിൽ എഴുതാൻ ശ്രമിക്കുക. ദ മോർ യു റൈറ്റ്, ദ മോർ യു ബിക്കം ബെറ്റർ അറ്റ് റൈറ്റിംഗ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം, സിൻസ് ഐ ഡിഡ് മെഡിസിൻ, റൈറ്റിംഗ് വാസ് എൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് മൈ ജോബ്. എപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു, യു ഡോണ്ട് ജസ്റ്റ് ട്രീറ്റ് പേഷ്യൻസ്, അവരുടെ കേസ് ഷീറ്റ്സ് യു റൈറ്റ്, യൂണിവേഴ്സിറ്റി എക്സാംസ് യു റൈറ്റ്. സോ അതുകൊണ്ട് റൈറ്റിംഗിൽ ഐ വാസ് a little skilled. അതുകൊണ്ട്. Okay, ma'am. Along with that, how to prepare in the current affairs. When it's come to the current affairs, there are a lot of current affairs is occurring daily. So how to summarize this all and prepare for it for a long time? കറണ്ട് അഫയേഴ്സ് പത്രം വായിക്കാൻ തുടങ്ങുമ്പോഴേ ഇനീഷ്യലി കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഒരു 1 month ഒക്കെ ഇൻടു ന്യൂസ് പേപ്പർ റീഡിങ് നമുക്ക് തന്നെ ഒരു സെൻസ് ഡെവലപ്പ് ചെയ്യും ഇൻടു വാട്ട് ഇസ് ഇമ്പോർട്ടന്റ് ആൻഡ് വാട്ട് ഇസ് നോട്ട് ഇമ്പോർട്ടന്റ്. ദ ബെസ്റ്റ് വേ ഇസ് സിലബസ് നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഒരു ആർട്ടിക്കിളിന്റെ ഹെഡ്ലൈൻ കാണുമ്പോൾ ഇത് നമുക്ക് ആവശ്യമുണ്ടോ, ഇത് സിലബസിന്റെ ഏത് പാർട്ടായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരു ഇന്റർനാഷണൽ ഇവന്റിനെ പറ്റിയുള്ള ന്യൂസ് ആണ് എങ്കിൽ, ഫോർ എക്സാമ്പിൾ G20 പറ്റി, G20 ഇപ്പൊ ചെയർ ചെയ്യുന്ന ഇന്ത്യ ആണല്ലോ, പ്രസിഡൻസീസ് വിത്ത് ഇന്ത്യ. സോ G20 ചെയ്യുമ്പോഴത്തേക്ക് വാട്ട് യു ക്യാൻ ഡു ഇസ്, അത് ഇന്റർനാഷണൽ റിലേഷൻസ് ആയിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. G20 എന്ന് പറയുന്നത് വേൾഡിലെ ലീഡിങ് 20 എക്കണോമീസ് ആണ്. സോ സം സെൻസ് അതിന് എക്കണോമിക്സ് ആയിട്ട് ബന്ധപ്പെടുത്താൻ പറ്റും. പിന്നെ ഇപ്പൊ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് G20 ഹെൽത്ത് സമ്മിറ്റ് ആണ്.
So you can connect international relations with health. Health is also part of GS paper 2. So adupole articles കാണുമ്പോൾ you will be able to link that article to some part of your syllabus. ഏതെങ്കിലും ഒരു part of your syllabus ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ആർട്ടിക്കിൾസ് വായിച്ചാൽ മതി. ഈ ഒരുപാട് പൊളിറ്റിക്കൽ ആയിട്ട് വരുന്ന ന്യൂസ് ഒന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. You can just know to be aware of the aware of the situation. അതിലൊന്നും കൂടുതൽ അനാലിസിസിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. പക്ഷെ അല്ലാത്ത ടോപ്പിക്സ് it's always good that you connect it to the syllabus. കണക്ട് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് ആണെങ്കിൽ അത് വെച്ച് ചൂസ് ചെയ്യുക and then read it. പിന്നെ stick to one newspaper and stick to one subscription. ഞാൻ ഇൻസൈറ്റ്സിന്റെ സബ്സ്ക്രിപ്ഷൻ ഓഫ് കറണ്ട് അഫയേഴ്സും ഹിന്ദു ആണ്. I just stick to one. മൾട്ടിപ്പിൾ പോകരുത്. ഇപ്പൊ ഒരു ഇൻഫോർമേഷൻ ഓവർലോഡ് ഉണ്ട്. സോ മെനി തിങ്സ് ആർ ഔട്ട് ദർ. സോ choose your one, ഏതാണോ one newspaper and one subscription and stick to it. Okay, ma. Finally, I have a question to ask you that we are all aspirant, right? We preparing for UPSC and we have all suffering in the academic stress. So how you manage while you preparing for UPSC? That's a very good question. Stress is inevitable. അത് while preparing stress ഉണ്ടാവും. And then നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് we have this feeling that ഇതൊക്കെ കഴിഞ്ഞ് once I become an IAS then life is sorted, പിന്നെ ഒരു സ്ട്രെസ് ഉണ്ടാവില്ല എന്നൊരു തോന്നലുണ്ടാവും. That is not true. Stress still continues. Then your work pressure becomes the stress. So stress is an inevitable part of our life, especially ഇന്നത്തെ in this century, in this era of life. It's in this era that our world is in, stress is completely inevitable. ഇനിയിപ്പോ എന്നോട് ചോദിച്ചത് പ്രിപ്പറേഷൻ റിലേറ്റഡ് സ്ട്രെസ് ആണ്. സോ പ്രിപ്പറേഷൻ റിലേറ്റഡ് സ്ട്രെസ് പല കാരണങ്ങൾ കൊണ്ടുവരാം. ഒന്ന്, പഠിക്കുന്നത് മനസ്സിലാവുന്നില്ല, എത്ര വായിച്ചിട്ടും ഇത് മനസ്സിലാവുന്നില്ലല്ലോ, അത് കാരണം സ്ട്രെസ് വരാം. രണ്ട്, പഠിച്ചത് ഓർമ്മ നിൽക്കുന്നില്ല, അത് കാരണം സ്ട്രെസ് വരാം. മൂന്ന്, ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ട് നല്ല മാർക്ക് ആവുന്നില്ല, അത് കാരണം സ്ട്രെസ് വരാം. നാല്, പരീക്ഷ എഴുതിയിട്ട് ക്ലിയർ ആവുന്നില്ല, അത് കാരണം സ്ട്രെസ് വരാം. പിന്നെ വർഷങ്ങൾ കഴിയും തോറും നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാർ, നമ്മുടെ കൂടെ കോളേജിൽ പഠിച്ച ബാക്കി ആൾക്കാരൊക്കെ they are reaching different places in life, we are still stuck with preparation, അത് കാണുമ്പോൾ സ്ട്രെസ് വരാം. ഫാമിലിന്ന് പ്രഷർ വരാം. ഇപ്പം if നിങ്ങളാണ് if the only child in the family and parents working ആണെങ്കിൽ well and good. Parents if പാരന്റ്സിന്റെ ഹെൽത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, I was very fortunate ആ രീതിയിൽ. I didn't really have to വീട്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് എനിക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. I'm really thankful to God for that. My parents were healthy, they could take care of themselves. അതുകൊണ്ട് എനിക്ക് എന്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. അങ്ങനെ ഒരു പോയിന്റിലായിരുന്നു ഞാൻ. സോ എല്ലാവർക്കും അതാവണമെന്നില്ല. ഫാമിലിയിൽ പ്രഷർ ഉണ്ടാവാം, സ്ട്രെസ് ഉണ്ടാവാം. പിന്നെ ഈ എക്സാമിന്റെ ഒരു രീതി എന്ന് പറയുന്നത് ഇറ്റ് ഡസന്റ് ഗെറ്റ് ഓവർ ഇൻ എ ഡേ. ഇറ്റ്സ് ആൻ ഇയർ ലോങ് പ്രോസസ്. സോ ഇത് ഭയങ്കര എക്സോസ്റ്റിംഗ് ആയിരിക്കാം. അപ്പൊ കുറെ പുറത്തുള്ള ആൾക്കാർ വിചാരിക്കും നമ്മൾ വെറുതെ ഇരിക്കുകയാണെന്ന്, ഈവൻ വെൻ വി ആർ പ്രിപ്പയറിംഗ്. സോ അവരുടെ അൺവാണ്ടഡ് കമന്റ്സും കാര്യങ്ങൾ കാരണം സ്ട്രെസ് ഉണ്ടാവാം. സോ ദർ ആർ സോ മെനി വേസ് ഇൻ വിച്ച് സ്ട്രെസ് വിൽ ബി ബിൽറ്റ് വൈൽ പ്രിപ്പയറിംഗ് ഫോർ ദിസ് പെർട്ടിക്കുലർ എക്സാം. അപ്പൊ അത് ഡീൽ ചെയ്യേണ്ട എങ്ങനെയാന്ന് വെച്ചാല്, ഇനീഷ്യലി I didn't deal with it very, initial years of preparation വലിയ സ്ട്രെസ് കാണില്ല. ഈച്ച് പാസിംഗ് ഇയർ കഴിയുമ്പോഴായിരിക്കും സ്ട്രെസ് കൂടുന്നത്. സോ എന്നോട് ചോദിച്ചത് ഹൗ ഡിഡ് ഐ ഡീൽ വിത്ത് ഇറ്റ് ആണ്. സോ ഐ ട്രൈ ടു എന്താ പറയാ, ഞാൻ ഡീൽ ചെയ്തത് ഒന്ന് ബൈ കട്ടിങ് ഓഫ് എനിത്തിങ് ദാറ്റ് ഗേവ് മീ നെഗറ്റിവിറ്റി. ഒന്ന്, I had some relatives who would make very unfortunate comments that കൂടുള്ളവരൊക്കെ PG കിട്ടിപ്പോയല്ലോ, യു ആർ സ്റ്റിൽ സ്റ്റക്ക് വേ യു ആർ എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മളെ പോലത്തെ ആൾക്കാർക്കൊന്നും പറ്റിയതല്ല, ഇതൊക്കെ കുറെ കൂടി സ്മാർട്ടറായ ആൾക്കാർക്ക് പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞ് ഡീമോട്ടിവേറ്റിംഗ് ആയ കമന്റ്സ്, ഡീമോറലൈസ് ചെയ്യുന്ന കമന്റ്സ് ഒക്കെ തരുന്ന ആൾക്കാരുണ്ടായിരുന്നു. സോ ഐ കംപ്ലീറ്റ്ലി കട്ട് ദം ഓഫ് ഫ്രം മൈ ലൈഫ്. അവരായിട്ടുള്ള എന്റെ എക്സ്പോഷർ 0 ആക്കി ഞാൻ. ഓക്കെ, സോ ഒന്ന്, കട്ട് ഓഫ് നെഗറ്റിവിറ്റി. രണ്ട്, join some library, അങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്ഥലം where you have a peer group, where you see people like you coming and studying and preparing. ഇപ്പൊ എനിക്ക് വട്ട് പിടിച്ച് ഇനി പഠിക്കാൻ വയ്യാന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇരിക്കുമ്പോഴും when I see others sitting and studying, ഞാനിങ്ങനെ ഓക്കെ, ഞാൻ ഈ വെറുതെ ഇരിക്കുന്ന സമയത്ത് someone else is actually
ലേണിംഗ് ആൻഡ് ഗെയിനിങ് മോർ നോളജ്. സോ അത് കാണുന്നത് എനിക്ക് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു. സോ ആ രീതിയിൽ ഐ യൂസ് ടു ഈ പഠിത്തത്തിന്റെ സ്ട്രെസ് ആ രീതിയിൽ ചെയ്യായിരുന്നു. ദെൻ ഡെഫിനറ്റ്ലി എന്തെങ്കിലും ഹോബിയും കാര്യങ്ങളും ലൈക്ക് പെർസ്യൂ ചെയ്യുക. അതിന് ഞാൻ ചെയ്തെന്ന് വെച്ചാൽ, ട്രിവാൻഡ്രത്ത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, ദർ ഇസ് എ ഡാൻസ് സ്കൂൾ കോൾഡ് കലാങ്കൻ. സോ ഭയങ്കര സെഡൻറ്ററി ആയിപ്പോയി, ഫുൾ ടൈം ഇരുന്ന് പഠിക്കുകയാണല്ലോ. അപ്പൊ അത് മാറാൻ വേണ്ടി I joined a dance school and I had dance classes every Monday, Wednesday and Friday. So that was my only physical activity ആ സമയത്ത്. So and that was a good break from studies also. അവിടെ ഉള്ള ആരും സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ഒന്നും ആയിരുന്നില്ല, കൂടുതലും കോളേജ് സ്റ്റുഡൻസ് ഒക്കെ ആയിരുന്നു. സോ അവിടെ പോയി 1 മണിക്കൂർ when I was in the dance class, I was happy. അതൊരു നല്ല എന്താ പറയാ, ഒരു പവർ ബ്രേക്ക് ആയിരുന്നു. തിരിച്ചു വരുമ്പോഴത്തേക്ക് I am more re-energized. So I think I already mentioned some cut off negative people, sit in some library, have some good peer group. മൂന്നാമത് pursue some hobby that some kind of physical activity involved ആ എന്തെങ്കിലും ഒരു hobby pursue ചെയ്യുക. So ആ physical activity will always release the happy hormones in your brain. It's scientifically proved. I can vouch for that. So അത് ചെയ്യാം. Then another thing you can do is you can always go for therapy. അതൊരു സ്റ്റിഗ്മ ആയിട്ട് കാണേണ്ട ആവശ്യമേ ഇല്ല. വെൻ യു ഫീൽ ലൈക്ക് സ്ട്രെസ് ഇസ് സോ മച്ച് ദാറ്റ് യു കാൺട്ട് ഹാൻഡിൽ ഇറ്റ്, you might need an external help in balancing things out. It can be a psychologist, it can be a psychiatrist, ആര് വേണമെങ്കിലും ആവാം. സ്ട്രെസ് നോർമൽ ലെവൽസിൽ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റാത്തൊരു ലെവലിൽ സ്ട്രെസ് ഉയരുകയാണെങ്കിൽ definitely go for therapy. I'm a doctor myself and I've been to a therapist myself during my preparation because of stress. So അതുകൊണ്ട് I can tell you that is a very good way of dealing with stress. So there are different mechanisms. Stress management ഞാൻ എൻ്റെ പഠിത്തത്തിന്റെ കൂടെ പാരലലി കൊണ്ടുപോയൊരു കാര്യമാണ്. So I'm glad you asked this question. This is my answer. ലാസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ടേക്കപ്പ് ചെയ്യാം. 1 hour ഹലോ മാം കേൾക്കുന്നുണ്ടോ മാം? ഹലോ, ഓഡിബിൾ ആണ്. ഹലോ, ഓക്കെ മാം, ഞാനൊരു ഇൻസ്പിറേഷന് വേണ്ടിയാണ് ചോദിക്കുന്നത്. ഞാനൊരു ഹൗസ് വൈഫ് ആണ്, മാരീഡ് ആണ്, കുട്ടികളുണ്ട്. അപ്പൊ മാമിന്റെ കൂടെ ആരെങ്കിലും ഇതുപോലെ ട്രെയിനിങ്ങിന്റെ പീരീഡ് മാരീഡ് ആയിട്ടുള്ള കുട്ടികളുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അവർ ഈ ഫാമിലി ലൈഫ് കൊണ്ടുവന്ന് ഈ 2 year പീരീഡിലൊക്കെ ഈ മക്കളെ കാണാനും ഒന്നും പറ്റില്ലേ? എങ്ങനെയാണത്? ആക്ച്വലി ഞാനിപ്പോ തിരുവനന്തപുരത്ത് സബ് കളക്ടർ ആണല്ലോ. സോ തിരുവനന്തപുരം ഹാസ് എ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർ ഓൾസോ. She's Anu Kumari. She's very famous. 2018 bachelor, 2nd rank holder ആയിരുന്നു. She was a married mother with a 2-year-old child. Okay, a married woman who was also mother of a 2-year-old child at that point when she was preparing 2 or 3-year-old child at that point. So ma'am nod ഞാൻ ചോദിച്ചിട്ടുണ്ട്, how did you handle all of this? So she told me baby was completely taken care of by her family when she stood away preparing. So she took that time out. അപ്പൊ അത് മാമിന് ചെയ്യാൻ പറ്റി. സോ പ്രിപ്പറേഷൻ ടൈമിലാണല്ലേ, അല്ലാതെ ഈ ലബാസിനിൽ എത്തിക്കഴിഞ്ഞിട്ടിന് ശേഷം എങ്ങനെയായിരിക്കും? ആ സമയത്തും എന്റെ കൂടെ ഉണ്ടായിരുന്നു. I have batchmates who have children, and when they were in the academy, the children were taken care of by ബാക്കിയുള്ള family members. അക്കാഡമിയിൽ കുട്ടികള് ലൈക് വിസിറ്റിംഗിന് വന്നിട്ടുണ്ടെന്നല്ലാതെ they have never stayed. I don't think that is allowed. Family cannot stay there beyond ഒരു specified duration. So മീറ്റ് ചെയ്യാൻ പറ്റും അവർക്ക്? മീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു മാം. ഹലോ മാം, ഒരു ക്വസ്റ്റ്യൻ മാം കേൾക്കുന്നുണ്ടോ? ചോദിച്ചോളൂ. മാം, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യാൻ ഞാനിപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ് പ്രിപ്പറേഷൻ. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് നന്നായിട്ട് അനലൈസ് ചെയ്യുക? പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി, കമ്പൽസറി ലാംഗ്വേജ് പേപ്പറിൽ അതിൽ ഞാൻ മലയാളം എടുക്കണമെന്നാണ് വിചാരിക്കുന്നത്, പക്ഷെ ഞാൻ മലയാളത്തിൽ വീക്കാണ്. സോ എങ്ങനെ എനിക്ക് ഇമ്പ്രൂവ്? മലയാളം ഞാൻ ഈ പ്രീവിയസ് ലാംഗ്വേജ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു 3-4 UPSC വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് ആൻസർ ചെയ്താൽ മതി. ദെൻ മലയാളം വിൽ ബി you can take care of Malayalam very easily. ഞാൻ കേന്ദ്രവിദ്യയിലല്ല പഠിച്ചത്. I never studied Malayalam. So ഞാൻ 2-3 questions ആൻസർ പേപ്പർ ചെയ്തു, and that was more than enough to score whatever that is necessary. പിന്നെ ചോദിച്ചത് എന്താണ്, how to analyze if a question paper is good എന്നാണോ ചോദിച്ചത്? ഇല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ, അതൊക്കെ പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്യാൻ എങ്ങനെയാണ്? അത് ചില മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചിലതൊന്നും എനിക്ക് ക്ലിയർ ആവുന്നില്ല.
ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നില്ല. അതെ. ഓക്കെ, അത് എന്ന് പറയുന്നത് ഇപ്പൊ ഏത് സ്റ്റേജ് ഓഫ് പ്രിപ്പറേഷനിലാണ്? ജസ്റ്റ് ബിഗിൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് വൺസ് യു ലേൺ കുറച്ചുകൂടി പഠിച്ചു കഴിയുമ്പോഴേ യു വിൽ സ്റ്റാർട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ ക്വസ്റ്റ്യൻസ്. ബിഗിനിങ് സ്റ്റേജ് ആകുമ്പോഴാണ് അതുകൊണ്ടാണ് അത് മനസ്സിലാവുന്നത്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു 3 months down the line you will understand. ഓക്കെ മാം, എന്റെ പേര് ദേവിക എന്നാണ്. ഞാൻ ഒരു സെക്കൻഡ് ഇയർ BSc ജിയോളജി സ്റ്റുഡന്റ് ആണ്. മാം, ആക്ച്വലി ഞാൻ 12th കഴിഞ്ഞിട്ട് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് ചൂസ് ചെയ്തിട്ട് പഠിക്കാനായിരുന്നു. പക്ഷെ അലോട്ട്മെന്റ് വന്നപ്പോ കൊറോണയുടെ ഒക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അലോട്ട്മെന്റിന് കൊടുത്ത് അങ്ങനെ എനിക്ക് കിട്ടിയത് ജിയോളജി ആയിരുന്നു. അപ്പോ ജിയോളജിയിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഓപ്ഷണൽ സബ്ജക്റ്റിൽ ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്. ഇപ്പം ഏത് ചൂസ് ചെയ്യണം? മീൻസ് ജോഗ്രഫി എടുക്കണോ അതോ പൊളിറ്റിക്കൽ സയൻസ് ആയിരിക്കോ കൂടുതൽ ഈസിയർ ആയിട്ടുള്ളത്? അപ്പം അതിലെനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. ജോഗ്രഫി എനിക്ക് ഇപ്പൊ ജിയോളജി പഠിക്കുകയാണ്. അപ്പൊ എനിക്ക് ജോഗ്രഫി മാനേജ് ചെയ്യാൻ കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ഒരു ഈസിയർ മെത്തേഡ്സ് കാണുമോ? അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കറക്റ്റ് ആയിട്ട് ഒന്ന് ചൂസ് ചെയ്യേണ്ടതെന്ന് മാമിന് എന്തെങ്കിലും പറഞ്ഞുതരാൻ പറ്റും? എന്റെ ഓപ്ഷണൽ സബ്ജക്ട് മെഡിക്കൽ സയൻസ് ആയിരുന്നു. സോ എനിക്ക് ബാക്കി ഓപ്ഷണൽ സബ്ജക്റ്റിനെ കുറിച്ച് അതുകൊണ്ട് ലൈക് ഓപ്ഷണൽ സബ്ജക്റ്റിനെ പറ്റി അറിയണമെങ്കിൽ, നന്നായിട്ട് അറിയണമെങ്കിൽ യു ഷുഡ് ആക്ച്വലി ആസ്ക് someone who had that optional subject. So for അത് എന്നാലേ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുള്ളൂ. സോ ഇഫ് യു ആസ്ക് മീ ഓർ ഇഫ് എനിവൺ ആസ്ക് മീ അബൌട്ട് മെഡിക്കൽ സയൻസ്, എനിക്ക് കംപ്ലീറ്റ്ലി ഒരു നല്ല പിക്ചർ തരാൻ പറ്റും. But other than that, I don't know, because I'm not experienced in that area. Adonde enike parayan ariyilla. But at the same time, optional subject is a very crucial part of your preparation. Very, very crucial part. Optional nu mark adichu keti vaangichal very high chance you are in that list aanu. So optional is very crucial. Adonde always take a very informed, smart decision as far as optional subject is concerned. അത് സമയമെടുത്ത് ആൾക്കാരോട് സംസാരിച്ച് അത്യാവശ്യം നന്നായി റിസർച്ച് ചെയ്തെടുക്കേണ്ട ഒരു തീരുമാനം തന്നെയാണ്. പിന്നെ പേഴ്സണലി ഐ ബിലീവ് ദാറ്റ് പുതിയൊരു സബ്ജക്റ്റ് ഒക്കെയാണ് ഓപ്ഷണൽ ആയിട്ട് എടുക്കുന്നതെങ്കിൽ ഇറ്റ്സ് മച്ച് ബെറ്റർ ഇഫ് യു ഹാവ് എ മെന്റർ. Because you can't take those chances with your optional. നല്ലൊരു മെന്റർ ഉണ്ട് എന്ന് ഉറപ്പുള്ള ഒരു സബ്ജക്ട് എടുക്കുന്നതായിരിക്കും ഡെഫിനറ്റ്ലി നല്ലത്. ഇപ്പൊ ഞാൻ മെഡിക്കൽ സയൻസ് തന്നെ എടുത്തത്. ഇപ്പൊ കോളേജിൽ 5-6 കൊല്ലം പഠിച്ച സെയിം സബ്ജക്ട് ആയിരുന്നു. സ്റ്റിൽ ഐ സ്ട്രഗിൾഡ്. ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഹാവ് എ മെന്റർ. എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്ട്രഗിൾ കുറയും. നമ്മുടെ സ്ട്രഗിൾ ബിക്കം ദെയർ സ്ട്രഗിൾ. ഇറ്റ്സ് ദെയർ ജോബ് ടു ടീച്ച് us. സോ ആ രീതിയിൽ നമ്മൾ പിന്നെ പഠിച്ചാൽ മതി. പിന്നെ നമുക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ എഴുതുന്ന ആൻസേഴ്സ് ബെറ്റർ ആക്കി തരാനൊക്കെ ഒരു മെന്ററിന് കഴിയും. സോ എസ്പെഷ്യലി ഇൻ an ഓപ്ഷണൽ സബ്ജക്ട് ഇറ്റ് ഷുഡ് ബി എ വെരി വെരി വെൽ തോട്ട്, വെൽ റിസർച്ച്ഡ് ഡിസിഷൻ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ മാം, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. മാം, ഈ പ്രിലിംസ് എക്സാം കഴിഞ്ഞതിന് ശേഷം മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ? അതായത് പ്രിലിംസ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം, അതായത് പ്രിലിംസ് ഒക്കെ ലിസ്റ്റിൽ ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം മെയിൻസിന് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ മതിയോ? അല്ല, പിന്നെ ടൈം തീരെ ഉണ്ടാവില്ല മെയിൻസിന് പ്രിപ്പയർ ചെയ്യാനേ. മെയിൻസ് കുറച്ച് ഇന്റൻസീവ് പ്രിപ്പറേഷൻ. കാരണം മെയിൻസിന് SAക്ക് പഠിക്കണം, 4 GS പേപ്പർ പഠിക്കണം, ഓപ്ഷണൽ പഠിക്കണം, കുറെ കാര്യങ്ങള് ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലെന്ന് അറിയുമ്പോഴത്തേക്ക് 1.5 മാസം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ യു വിൽ ഗെറ്റ് ഓൺലി 2 months. 2 monthsൽ it will be too much for you. So you can always club your prelims preparation with your mains preparation. കുറെ subjects overlapping ആണ്. സോ അപ്പൊ പ്രിലിംസിന്റെ കൂടെ തന്നെ മെയിൻസ്, ഇഫ് യു ആസ്ക് മീ, മെയിൻസിലെ GS 1, 2, 3 പേപ്പേഴ്സ് പ്രിലിംസിന്റെ കൂടെ തന്നെ പഠിച്ചു പോവാ ആക്ച്വലി. ആൻഡ് ഡെയിലി ഒരു 2 hours എപ്പോഴും ഓപ്ഷണൽ ഡിവോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയും. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓപ്ഷണൽ ഇസ് വെരി ക്രൂഷ്യൽ. സോ മേ ബി ടുവേർഡ്സ് ദി എൻഡ്, അവസാനത്തെ 1.5 മാസം ഓഫ് പ്രിലിംസിന് വേണമെങ്കിൽ ഓപ്ഷണൽ വിട്ടേരെ. പക്ഷെ അതുവരെ എല്ലാ ദിവസവും ഒരു 2-3 hours അല്ലെങ്കിൽ ഈവൻ 4-5 hours യു ഷുഡ് ഗിവ് യുവർ ഓപ്ഷണൽ എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. മാം, എത്തിക്സ് പേപ്പറിനെ കുറിച്ച് മാമിന് എന്താ പറയാനുള്ളത്? Ethics paper was my favorite paper of all the GS papers, because നമുക്ക് മനസ്സ് തുറന്ന് ആൻസർ എഴുതാൻ പറ്റുന്ന ഒരു പേപ്പർ ആയിരുന്നു അത്. സോ എത്തിക്സിനാണെങ്കിലും ഇറ്റ് ടേക്സ് ടൈം.
ഹാങ് ഓഫ് ദാറ്റ് ആൻസർ റൈറ്റിംഗ് വരാനായിട്ട്. ബിക്കോസ് ബാക്കിയുള്ള പേപ്പറിനും കുറെയൊക്കെ നമ്മൾ ടെക്നിക്കൽ ആൻഡ് മെക്കാനിക്കൽ ആൻസേഴ്സ് ആണ് എഴുതുന്നത്. എത്തിക്സിൽ നമുക്ക് ആക്ച്വലി നമ്മുടെ ഒരു ഒപ്പീനിയൻ ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്യിക്കാൻ പറ്റിയ പേപ്പറാണ്. സോ എത്തിക്സിന് ഐ വുഡന്റ് റെക്കമെൻഡ് റീഡിങ് ബുക്സ് ആൻഡ് ലേണിംഗ് എത്തിക്സ്. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. എത്തിക്സിന് യുനോ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കൂ. ദർ ഇസ് എ വേ ഓഫ് ആൻസറിങ് എത്തിക്സ്. അത് ദിസ് സെഷൻ ഇസ് ടു സ്മോൾ ഫോർ മീ ടു ഡിസ്ക്രൈബ് ദാറ്റ്. എത്തിക്സ് ഇസ് പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇറ്റ്സ് എ വെരി പേഴ്സണലൈസ്ഡ് പേപ്പർ. സോ എത്തിക്സിലാണെങ്കിൽ ഐ തിങ്ക് 13 questions come from non-case studies and അത് കഴിഞ്ഞൊരു 6 questions are case studies. So there is a different approach that you have to take in each of these papers. So ethics is a very എന്താ പറയാ കുറേം കൂടി you can put in your personal touch to answers. Ethics finish ചെയ്യാൻ ഭയങ്കര പാടായ ഒരു പേപ്പർ ആണ്. So your writing speed ഭയങ്കരമായിട്ട് will be tested when you write ethics paper. Okay. മാം അതുപോലെ തന്നെ യുപിഎസ്സിയുടെ പാറ്റേൺ ഇപ്പൊ മാറി മാറി വരുമല്ലോ. അത് ഓരോ തവണ ഓരോ എക്സാം നടക്കുന്തോറും അതിന് ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ മാറി മാറി വരുവാണല്ലോ. അപ്പൊ ഈ ആൻസർ എലിമിനേഷൻ എല്ലാം വരുന്നില്ല. അതായത് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് ഓപ്ഷനിൽ കൺഫ്യൂഷൻ വരും. നമ്മൾ ആൻസർ എലിമിനേഷൻ മെത്തേഡ്സ് ഇല്ലേ മാമിന്റെ എക്സ്പീരിയൻസിൽ ഈ ആൻസർ എലിമിനേഷൻ എങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്? അത് ഡിപ്പെൻസ് ഓൺ ദ ക്വസ്റ്റ്യൻ ആക്ച്വലി. എന്ന് വെച്ചാൽ എനിക്കൊരു ജനറൽ ആൻസർ ഇല്ല അതിന്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദ മോർ യു പ്രാക്ടീസ് you automatically develop that flair of എന്താണ് eliminating elimination എന്ന് പറയല്ലോ. ആ process where you think okay ABCD B cannot be the answer, C cannot be the answer. അപ്പൊ എയോ ഡിയിലോ ഒന്നാണ് ആൻസർ. then you reason with yourself ഏതാണ് കൂടുതൽ ശരിയാവാനുള്ള പ്രോബബിലിറ്റി. A looks more likely to the answer than D എങ്കിൽ you take A. So adu veranengil it comes with learning and then with a lot of practice of MCQs. So adannoru technique persila pinne chela karyangal which people usually say is all only enake ulla sentences ennu parayumbol there is more chance it is wrong because ഏതൊരു കാര്യത്തിനും there are exemptions. അപ്പൊ all things are like that എന്ന് പറഞ്ഞാൽ there is a chance it is wrong. അല്ലെങ്കിൽ ഇത്രയും തന്നിട്ട് only എന്നൊക്കെ പറഞ്ഞു തരാണെങ്കിൽ there is a chance it is wrong. സോ ആ രീതിയിലൊക്കെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഏതൊരു കൊല്ലം പരീക്ഷ എഴുതുമ്പം M stripes എന്ന് പറഞ്ഞ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു ആൻഡ് ടൈഗർ റിലേറ്റഡ് സംതിങ് വാസ് ദയർ ഇൻ ദി ആൻസർ. സോ സ്ട്രൈപ്സ് ടൈഗർ സോ ദാറ്റ് ക്യാൻ ബി കോറിലേറ്റഡ്. സോ ആ രീതിയിലൊക്കെ യു ക്യാൻ ചൂസ്. ചിലപ്പോൾ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉള്ളതാണെങ്കിൽ 2ഉം 3ഉം റോങ് ആണെന്ന് അറിയാം. അപ്പം 2ഉം 3ഉം എയിലും സിയിലും ബിയിലും ഉണ്ട്. സോ അപ്പൊ ABC എലിമിനേറ്റ് ചെയ്ത് D ആണ് ആൻസർ എന്ന് എടുക്കാം. So there are different techniques. There is no general answer to that. It will come with learning and it will come with practice of MCQ. ഈ only ഉള്ള സ്റ്റേറ്റ്മെന്റുകൾ എപ്പോഴും തെറ്റാനുള്ള ചാൻസ് കൂടുതലായിരിക്കില്ലേ? ക്വാളിറ്റി പഠിക്കാൻ പോയില്ലേ? ഞാൻ പഠിക്കണ്ട് മാം. ഓക്കെ. അല്ല എപ്പോഴും തെറ്റാവണമെന്നില്ല. ബട്ട് ദാറ്റ് ഈസ് ഒരു ജനറലി ഒരു നോഷൻ ആണ്. ഓൾ ഓൺലി എന്നൊക്കെ വരുമ്പോ there is a likelihood of the statement being wrong. Don't take it 100%. നമ്മുടെ ഓരോ നോഷൻസ് ആണ് ഞാൻ പറയുന്നത്. Apply your own sensibilities and reasoning and then come to a decision on whether the answer is right or wrong. Okay, pardon me ma'am, may I interfere? Yes. Sorry students, നമുക്ക് മാമിന് ആക്ച്വലി നമ്മൾ 8 o'clock വരെയായിരുന്നു നമ്മൾ ടൈം ചോദിച്ചിരുന്നത്. ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് നമുക്കറിയാം ലേറ്റ് ആയി മാം, 8:30 ആയി ടൈം. സോ നമുക്കിത് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈമായി. സോ നിങ്ങൾ 1-2 ക്വസ്റ്റ്യനില് പ്ലീസ് മാമിനെ ഒന്ന് റിലീവ് ആക്കുക. ഇറ്റ്സ് ബേസിക് മാമിന്റെ വർക്കിന്റെ ടെൻഷനും കാര്യങ്ങളും നിങ്ങൾ കൂടി മനസ്സിലാക്കുക. സോ 1-2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചൊന്ന് ഔട്ട് ചെയ്യുക മാമിനെ പ്ലീസ്. Ma'am, how did your life change after IAS? How did my life change after IAS? ഒന്ന് കുറേ കൂടി I got a pan-Indian exposure. When you're in the academy, you're with people from so many states, so many cultures, so many languages. So pan-Indian exposure ഭയങ്കരമായിട്ട് കൂടി. പിന്നെ I got trained in so many new things. ഞാൻ മുന്നേ MBBS ആയിരുന്നു. So I got trained in so many new things. കുറെ പുതിയ കാര്യങ്ങൾ പഠിച്ചു, കുറച്ച് പുതിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുത്തു. സോ ഇൻ പാൻ ഇന്ത്യൻ എക്സ്പോഷർ കുറച്ച് പുതിയ സ്കിൽസ് ആൻഡ് ഇൻട്രസ്റ്റ് ഡെവലപ്പായി.
ഈ രണ്ട് കാര്യങ്ങൾ മാറ്റി വെച്ചാൽ മൈ ലൈഫ് ഹാസ് നോട്ട് ചേഞ്ച്ഡ് അറ്റ് ഓൾ, ബട്ട് ദ വേ പീപ്പിൾ സീ മീ ഹാസ് ചേഞ്ച്ഡ്. അല്ലാതെ ഐ ഹാവിൻ ചേഞ്ച്ഡ് ആൻഡ് മൈ ലൈഫ് ഹാസൻ ചേഞ്ച്ഡ്. പക്ഷെ ദ വേ പീപ്പിൾ ലുക്ക് അറ്റ് മീ ഹാസ് ചേഞ്ച്ഡ്. ഹലോ മാം, മെഡിക്കൽ സയൻസ് ഓപ്ഷനായിട്ട് ചൂസ് ചെയ്തപ്പോൾ മാം were you able to find a mentor and were you able to give like ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ പോലെ മാമിന് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നോ മെഡിക്കൽ സയൻസ് ഓപ്ഷൻ എടുത്തപ്പോൾ? മെന്റർ കിട്ടില്ല, ബട്ട് താങ്ക്ഫുള്ളി ആ കൊല്ലം ഞാൻ മെയിൻസിന് ക്ലിയർ ആയ കൊല്ലം, അതായത് പ്രിലിംസ് ക്ലിയർ ആയ കൊല്ലം, ഐ ഫൗണ്ട് അനദർ പേഴ്സൺ ഹു ഹാഡ് മെഡിക്കൽ സയൻസ് ഓപ്ഷണൽ ആൻഡ് ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി ആയിരുന്നു. സോ മെന്ററിനെ കിട്ടിയില്ല. നെസസറി ഒരു മെന്ററിന്റെ ആവശ്യമില്ല, ബിക്കോസ് ഞാനിപ്പോ 6 കൊല്ലം പഠിച്ച സാധനമാണ് ഞാൻ വീണ്ടും എഴുതാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു മെന്ററിന്റെ ആവശ്യം വന്നില്ല. പക്ഷെ ഇറ്റ്സ് സോ വാസ്റ്റ്. അപ്പൊ അതൊന്ന് ഒറ്റയ്ക്കിരുന്ന് പഠിക്കാൻ ഭയങ്കര ടഫാണ്. അപ്പൊ അതുകൊണ്ട് കമ്പൈൻ സ്റ്റഡി റിയലി ഹെൽപ്പ്. നമ്മൾ ടോപ്പിക്സ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇത്ര നീ നാളെ പഠിച്ചുകൊണ്ട് വാ, ഇത്ര നാളെ ഞാൻ പഠിച്ചുകൊണ്ട് വരാൻ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കാം. സോ ആ രീതിയിൽ ഞങ്ങൾ സ്മാർട്ട് ആയിട്ട് ടോപ്പിക്സ് ഡിവൈഡ് ചെയ്ത് കമ്പൈൻ സ്റ്റഡി നന്നായിട്ട് ചെയ്യായിരുന്നു. പിന്നെ ആസ് ഫർ എസ് ടെസ്റ്റ് സീരീസ് ഇസ് കൺസേൺഡ്, വാജിറാം ഡൽഹിയിൽ ആ സമയത്ത് ഒരു ടെസ്റ്റ് സീരീസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് ഓൺലൈൻ ആയിട്ട് 5 ടെസ്റ്റ് എന്തോ ഉണ്ടായിരുന്നു. 2 എഴുതാനുള്ള സമയം ഇപ്പൊ കിട്ടിയുള്ളൂ. 2 ടെസ്റ്റ് എന്തോ ഞാൻ എഴുതിയായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഡാംസും ദേ ആർ ഡൂയിങ് സം ടെസ്റ്റ് സീരീസ് എന്നാണ് ഞാൻ കേട്ടത്. താങ്ക് യു മാം. ഓക്കെ മാം. ഓക്കെ മാം ആൻഡ് സ്റ്റുഡൻസ്, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ മാം താങ്ക് യു. ഞങ്ങൾ ആക്ച്വലി 8 മണി വരെ ആയിരുന്നു മാമിനോട് പറഞ്ഞിരുന്നത്. ബട്ട് യാതൊരുവിധ റിലക്റ്റൻസ് കൂടാതെ മാം സ്റ്റുഡൻസ് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് കൊടുത്തു. മാം റിയലി താങ്ക്ഫുൾ. ഞങ്ങൾ UPSC കേരളയുടെ പാർട്ടിയിൽ നിന്നും അതുപോലെ ശേഷൻ IAS അക്കാദമിയുടെ പാർട്ടിയിൽ നിന്നും ഞങ്ങളുടെ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് മാമിനെ അറിയിക്കുന്നു. ഐ ഡോണ്ട് നോ എങ്ങനെയാണ് മാമിനോട് ആ ഒരു നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, സ്റ്റുഡൻസിനോട് എനിക്ക് 2-3 കാര്യങ്ങൾ, എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട് എന്നറിയാം. പക്ഷെ 2-3 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞതിന് ശേഷം നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പം ഫൈനൽ ഇയർ പഠിക്കുന്ന കുട്ടികളെ, ഇപ്പം അടുത്ത വർഷം നടക്കാൻ പോകുന്ന 2024 എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സൺഡേസിന് വേണ്ടിയിട്ടുള്ള ഒരു എയർലി ബൂസ്റ്റർ ബാച്ചസ് ശേഷൻസ് IAS അക്കാദമിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മാം പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾക്ക് NCERTs നേരത്തെ മുതൽ തന്നെ പഠിപ്പിക്കാനും അവർക്ക് ആ റീഡിംഗ് ഹാബിറ്റ്സ് വളർത്തിയെടുക്കാനും അതുപോലെ ആ എക്സാമിന്റെ പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ ഉള്ള ആ ഫസ്റ്റ് ടൈം ആയിട്ടുള്ള ഒരു സ്റ്റേജ് ഫ്രൈറ്റും കാര്യങ്ങളും എല്ലാം മാറ്റിയെടുക്കാനും വേണ്ടിയിട്ടാണ് ഈ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എവരി സൺഡേ 2 to 5 PM ആണ് നമ്മൾ ബാച്ചുകൾ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. സോ ആർക്കെങ്കിലും അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പ്ലീസ് കോൺടാക്ട് ദ അക്കാദമി. പിന്നെ രണ്ടാമത്തെ ഒരു ബാച്ച് സ്റ്റുഡൻസ് ചോദിച്ചതായിരുന്നു, മാം ഞങ്ങൾ എപ്പോഴാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഈവൻ അറ്റ് ദ ടൈം ഓഫ് +2 അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇയറിൽ വെച്ചാണോ സെക്കൻഡ് ഇയറിൽ വെച്ചാണോ എന്നുള്ളത് ചോദിച്ചു. ഡോണ്ട് വറി, നിങ്ങളുടെ അക്കാദമിക്സിൽ യാതൊരുവിധ പ്രശ്നവും കൂടാത്ത രീതിയിൽ എല്ലാ സൺഡേസിനും 2 to 5 എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫൗണ്ടേഷൻ ബാച്ചുകളും നമ്മുടെ അക്കാദമിയിൽ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിൽ ഡോണ്ട് വറി, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി വിങ് തന്നെ ശേഷൻസ് അക്കാദമിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളിപ്പം ശേഷൻസ് അക്കാദമിയിലെ സ്റ്റുഡന്റ് ആണെങ്കിലും അല്ലെങ്കിലും യു ക്യാൻ ഓപ്റ്റ് ഫോർ അസ്. നിങ്ങൾക്ക് ഏത് സമയത്തും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. സോ ആർക്കെങ്കിലും ഇനിയും ഡൗട്ടുകൾ ഒരുപാട് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം. അക്കാദമിയിലെ 8301955622. ഒന്നുകൂടി ഞാൻ പറയുന്നു, 8301955622 അല്ലെങ്കിൽ 9349812622. 9349812622. നിങ്ങളുടെ എന്ത് രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സുകളായിക്കോട്ടെ, നിങ്ങൾക്ക് എക്സാംസിനെ കുറിച്ച് ഉണ്ടാകുന്ന എന്തെങ്കിലും ആൻഷൈറ്റീസ് ആയിക്കോട്ടെ, യു ക്യാൻ കോൺടാക്ട് us. ഓക്കെ, സോ വൺസ് അഗെയിൻ ഞാൻ നിങ്ങളെ എല്ലാവരെയും താങ്ക് യു. എന്താണ് ഞാൻ പറയേണ്ടത്, എനിക്ക് അറിയില്ല. ഇത്രയും നല്ല രീതിയിൽ നിങ്ങൾ ഈ പ്രോഗ്രാമിനെ കണ്ടു, ഇതിനെ സീരിയസ് ആയിട്ട് എടുത്തു, നല്ല രീതിയിൽ നിങ്ങളുടെ ആൻഷൈറ്റീസും നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും മാമുമായിട്ട് ഡിസ്കസ് ചെയ്തു. ഞങ്ങൾക്കും അത് മനസ്സിലായി നിങ്ങളുടെ ആൻഷൈറ്റീസ്. സോ മോർ പ്രോബബ്ലി ഞങ്ങൾ ഇതുപോലുള്ള പ്രോഗ്രാംസ് ഇനിയും ആഡ് ഓൺ ചെയ്യും. ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഏത് സമയത്തും ഞങ്ങളുടെ വിങ്ങിനെ സമീപിക്കാവുന്നതാണ്. വൺസ് അഗെയിൻ മാം താങ്ക് യു ഫോർ യുവർ ടൈം. Then UPSC Kerala, once again നിങ്ങളെയും ഞാൻ താങ്ക് യു പറയുന്നു. So we can wind up the session. Thank you all. Thank you. Thank you. Thank you, ma'am.